أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اهدري لنا بهذا المحضر ولتأتفي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنذره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ദിവസത്തെ മുഖത്തുൽ മുസ്തഫീദിൻ്റെ ദർസിൽ സയ്യിദ്ന ശൈഖ് അഹ്മദ് തിജാനി തങ്ങളുടെ മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ മഹത്വമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ പേരക്കുട്ടികളെ വരെ ഹിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നും അതിനോട് അനുബന്ധമായ ഒരു കാര്യം കൂടി സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ കുടുംബക്കാർക്ക് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങൾ നൽകുന്ന ഷഫാഅത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിവരണത്തോടു കൂടി നമ്മളെ മുഖത്തുൽ മുസ്തഫീദിൻ്റെ ആദ്യത്തെ വോള്യം കഴിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ആദ്യത്തെ വോള്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊന്നും നമ്മൾ ദർസാക്കി എടുത്തിട്ടില്ല. അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വരീൻ്റെ വിശദീകരണത്തോടു കൂടി വീണ്ടും ഞാൻ തുടക്കത്തിലേക്ക് പോവുക ചെയ്യുക. പിന്നെ കുറച്ച് നാൾ ആ തുടക്കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വളരെ അധികം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഷാ അല്ലാഹ് 136-ാമത്തെ ലൈൻ മുതൽ വീണ്ടും നമ്മൾ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. في ألف امرأة ورجل يشفع من بني أبيه ذا الولي. في ألف എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 1000 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 10 ലക്ഷം അല്ലേ? അപ്പം 10 ലക്ഷം ആളുകൾക്ക്, ഇമ്രാത്തൻ വറജുലൻ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അടങ്ങുന്ന 10 ലക്ഷം ആളുകൾക്ക് യഷ്ഫ ദൽ വലി, വലി ഇതിലേക്ക് ചേർത്ത് വെക്കുക. യഷ്ഫ ദൽ വലി, ഈ വലി ഷഫാത്ത് ചെയ്യും. മിൻ ബനി അബീഹി, സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ഉപ്പയുടെ സന്താന പരമ്പരയിൽ നിന്നുള്ള 10 ലക്ഷം ആളുകൾക്ക് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഷഫാത്ത് ചെയ്യും. അപ്പോൾ അവിടുത്തെ മക്കളുടെ മഹത്വത്തിൽപ്പെട്ടതാണ് ഓരോ മക്കളിൽ, പേരക്കുട്ടികളിൽ, അവർ കുടുംബത്തിൽപ്പെട്ട 10 ലക്ഷം ആളുകൾക്ക് മഹാനവറുകൾ ഷഫാത്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു ഷഫാത്ത് ചെയ്യപ്പെടുന്നു പറഞ്ഞാൽ അവർ രക്ഷപ്പെടുന്നതാണല്ലോ. അപ്പോൾ ഓരോ ഹിദ്മത്ത് ചെയ്തവരും ഓരോ ബന്ധപ്പെടുന്നവരൊക്കെ രക്ഷപ്പെടാൻ അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് സാധിക്കും. വമഅന ഹാദൽ ബൈത്തി വാദിഹുൻ, ഈ ഒരു ബൈത്തിൻ്റെ മാന, ഇതിൻ്റെ അർത്ഥം വാദിഹാണ്, വ്യക്തമാണ്. വലം യബുലഅനി മിൻ കലാം ശൈഖ് റളിയല്ലാഹു അൻഹു, എന്നാൽ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല മിൻ കലാം ശൈഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ വാക്കുകളിൽ നിന്നൊന്നും, ഫീഹി ഷൈഖുൻ, ഈ വിഷയത്തിൽ ഉള്ള സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ വാക്കുകളുടെ ഒന്നും നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അസ്തഹ്ദിറുഹു അൽ ആൻ, ഇപ്പം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതായത് ഈ കാര്യം ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞല്ലോ ഓരോ പേരക്കുട്ടികളെക്കുറിച്ച്. ആ പേരക്കുട്ടികളിൽ നിന്ന് ഒരു 10 ലക്ഷം ആളുകൾക്ക് ഷഫാത്ത് ചെയ്യുമെന്നൊക്കെ പറയുന്ന അഹ്മദ് ജാൻ തങ്ങൾ ഷഫാത്ത് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹ്മദ് ജാൻ തങ്ങൾ അങ്ങനെ എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വാക്ക് ഒന്നും ബഹുമാനപ്പെട്ട അറബി ബിൻ സാഹിബ് തങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. എത്തിയിട്ടില്ല എന്ന് കരുതി അതില്ല എന്നല്ല. കാരണം ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുള്ളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട അറബി ബിൻ സാഹിബ് തങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല എന്നർത്ഥം. എന്നാൽ വഹുവ മിമ്മ ലാ അറാബത ഫീ, എന്നാൽ ഇതൊരു ഭയങ്കര അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ല. ഒരു വലിയ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട 10 ലക്ഷം ആളുകൾക്ക് ഷഫാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു അസാധ്യമായ കാര്യമൊന്നുമല്ല. വഹുസൂസൻ മിൻ അംസാരി സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു, പ്രത്യേകിച്ചും സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെപ്പോലുള്ള ഒരാളുടെ വിഷയത്തിൽ ഇത് ആയത്ത ഹുസൂൽ ഷഫാഅത്ത് മിൻഹു, ഇത് കാരണം ആയത്ത ഹുസൂൽ ഷഫാഅത്ത് മിൻഹു ലിമൻ ദുക്കിറ ബിസബബിൽ ഖറാബ,
അപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടുത്തെ കുടുംബക്കാർക്ക് അവിടുന്ന് ഷഫാത്ത് ചെയ്യാന്നുള്ളതൊക്കെ തന്നെയാണല്ലോ. ഒരു വലിയൊരു മഹാനായാൽ ആ മഹാൻ അള്ളാഹു ഷഫാത്തിന് അധികാരം കൊടുത്താൽ ഓരിപ്പോൾ ഷഫാത്ത് ആദ്യം ആർക്കാ ചെയ്യുക? ഓർക്ക് ഓരോ ബന്ധുക്കാർക്ക്, ഓരോ പേരക്കുട്ടികൾക്ക്, അവരെ ഇഷ്ടം വെച്ചവർക്ക്, അവർക്കൊക്കെ തന്നെ ആദ്യം ഷഫാത്ത് ചെയ്യാം. അപ്പം അതൊന്നും ഒരു അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. മഅലൂമൻ അറിയപ്പെട്ടതാണ് അന്ന ഷഫാത്തുൽ അഖിയാരിങ്ങളുടെ ഷഫാത്ത്, പ്രത്യേകിച്ച് അഖിയാർ എന്ന് പറഞ്ഞാൽ അബ്റാർ, അഖിയാർ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ആരിഫീങ്ങളായ മഹത്തുക്കളെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം അന്ന ഷഫാത്തുൽ അഖിയാർ, മഹത്തുക്കളായ ആളുകളുടെ ഷഫാത്ത് സാബിത്തും ഫി ശരീഅത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്. ഖാല ലഖാനിയു ഫി ജൗഹറത്തി, ബഹുമാനപ്പെട്ട ഇമാം ലഖാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജൗഹറയിൽ പറയുന്നുണ്ട്, വഅയ്റുഹു മിൻ മുർത്തദൽ അഖിയാരി യശ്ഫാ കമാ ഖദ് ജാഅ ഫിൽ അഖ്ബാരി. അഖ്ബാറിൽ ഹദീസുകൾ വന്നതുപോലെ അഖിയാരിങ്ങൾപ്പെട്ട ആളുകൾ ഷഫാത്ത് ചെയ്യാൻ വരും എന്ന് ലക്കാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒഫി ശറഹിഹ, അതിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെ കാണാം. ആ അഖിയാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കല്ലംബിയ ഇവൽ മുർസലീൻ വൽ മലായികത്തി വശുഹദ ഇവൽ ഔലിയ ഇവ സ്വാലിഹീൻ. ഈ പ്രത്യേകക്കാരായ ആളുകൾ ഒരു ഷഫാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്പിയാക്കന്മാരും മുർസലീങ്ങളും മലക്കുകളും ശുഹദാക്കളും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളൊക്കെയാണ്. ഫി ഹബർ, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അക്സിറു മിനൽ ഇഖ്വാൻ, നിങ്ങൾ ഒരുപാട് ഇഖ്വാനിങ്ങളെ കൂട്ടണം. ഇഖ്വാനിങ്ങളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ നല്ല ഇഖ്വാനിങ്ങളോട് നിങ്ങൾ കൂടുതൽ സൗഹൃദം സ്ഥാപിക്കണം. എന്തുകൊണ്ടാണ്? ഫഇന്ന ലികുല്ലി വാഹിദിൻ മിൻഹും, കാരണം അവരിൽ ഉള്ള ഓരോരുത്തർക്കുമുണ്ട് ഷഫാഅത്തുൻ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഷഫാഅത്ത്. അപ്പോൾ നല്ല ഇഖ്വാനിങ്ങളൊക്കെ ശരിക്കും നമ്മൾ സാധാരണ ശ്രദ്ധിക്കൽ എന്താ പറഞ്ഞാൽ, നമ്മളിങ്ങനെ മുരീദന്മാരായിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നല്ല മുരീദം, നല്ല ഇഖ്വാനിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർ നമ്മളെ ബന്ധപ്പെടുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ വിചാരിക്കരുത്. നമ്മളങ്ങനെ ഇരിക്കുക, ഓരൊക്കെ നമ്മൾ വിളിക്കട്ടെ, നമ്മൾ ബന്ധപ്പെടട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ, നമ്മൾ ആരെയും ബന്ധപ്പെടില്ല, നമ്മളിങ്ങനെ ഇരിക്കും. അങ്ങനെയല്ല, നമ്മൾ മോശക്കാരാണെങ്കിൽ കുറവുള്ളവരാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഈ നല്ല ആൾക്കാരെ കൂടെ എത്തിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തണം, ഒരു പ്രവേശിച്ച ഇടങ്ങളിലൊക്കെ നമ്മൾ പ്രവേശിക്കണം, ഓരോ കൂടെ നാളെ സ്വർഗത്തിലെത്തണം, ഓരോ കൂടെ റസ്വാസങ്ങളെ ചാര നമുക്ക് പങ്കെടുക്കാൻ പറ്റണം. നമ്മളെ കുറവുകളൊക്കെ ഉണ്ട്, എന്നാലും വേറെ കൂടെ നമ്മൾ കൂട്ടണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ആഗ്രഹിക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ അങ്ങോട്ട് ബന്ധപ്പെടുക ചെയ്യേണ്ടത്, അവരോട് സൗഹൃദം സ്ഥാപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ വിരുദ്ധന്മാരെന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ഇഖ്വാനിങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. എന്നിട്ട് ആ നല്ല ഇഖ്വാനിങ്ങളോട് നമുക്ക് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കണം, അത് വർദ്ധിപ്പിക്കണം എന്ന ഹദീസിൽ. അക്സിറു മിനൽ ഇഖ്വാൻ, ഇഖ്വാനിങ്ങളോടുള്ള ബന്ധം നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം. കാരണം ഫഇന്ന ലികുല്ലി വാഹിദിൻ മിൻഹും, കാരണം ഓരോരുത്തർക്കും ഉണ്ട് ഷഫാഅത്ത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഷഫാഅത്ത് ഓരോരുത്തർക്കും. അപ്പോൾ നമ്മൾ ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, എത്രത്തോളം ആൾക്കാരെ നമ്മൾ കൂടെ കൂട്ടണോ അതിനനുസരിച്ച് നമുക്ക് ഷഫാഅത്ത് കിട്ടാനുള്ള ചാൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല ഇഖ്വാനിങ്ങളെ വർദ്ധിപ്പിക്കണം എന്ന് കരുതി നമ്മളെ ആത്മീയമായി പിന്നോട്ട് വലിക്കുന്ന അവരുടെ സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ നമ്മൾ ആത്മീയമായി ഊർജം നൽകാത്ത, നമ്മൾ മടിയനാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമയം കളയാൻ പ്രേരിപ്പിക്കുന്ന, പായ്വേലകൾ നമ്മളെ വ്യാപൃതനാക്കുന്ന അങ്ങനത്തെ ആൾക്കാരായിട്ട് കൂട്ടുകൂടുകയും ചെയ്യരുത്. കാരണം അത് നമ്മൾ ബാക്കോട്ട് കൊണ്ടുപോവുകയും ചെയ്യുള്ളൂ. നല്ല ഇഖ്വാനിങ്ങളോട് എപ്പോഴും കൂട്ടുകൂടണം. ഇനി അവർക്ക് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, അവരോട് കൂട്ടുകൂടിയോണ്ട് നമ്മൾ ഉഷാറായിട്ടില്ല എന്ന് തന്നെ കരുതുക. അവർ നല്ല ഉഷാറായി പോകുന്നില്ല, നമ്മളിപ്പോഴും ആ പഴയ അവസ്ഥ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓരോ ഷഫാത്തെങ്കിലും കിട്ടുള്ളൂ നാളെ പരലോകത്ത്. നമ്മൾ നന്നായിട്ടില്ലെങ്കിലും അവർ നന്നായത് കൊണ്ട് അവരുടെ ഷഫാത്തിന് നമ്മൾ അർഹമാവുമല്ലോ എന്ന് കരുതിയിട്ടെങ്കിലും അവരോട് ബന്ധം വെക്കണം. ഞാനിപ്പോൾ ആളോട് കുറേ കൂട്ടുകൂടി, പക്ഷേ എന്നാലും എനിക്ക് ഓരോ പോലെ ആവാൻ പറ്റുന്നില്ല, എന്താ ഇപ്പോൾ ചെയ്യുക, ഞാൻ എന്തിനാ അങ്ങനെ
ഞാനിപ്പോൾ എന്തിനാണ് അവരോട് കൂട്ടുകൂടുന്നത്, എനിക്ക് ഓലെ പോലെ ഒന്നും ആവാൻ പറ്റുന്നില്ലല്ലോ, ഓലിതാ കുറേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ അങ്ങനെ മടിയനായിട്ടിരിക്കുന്നതാണ് ഇപ്പോഴും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിലും അവരോട് കൂട്ടുകൂടിയതിൻ്റെ പേരിൽ ഇന്ന ആളെ എനിക്കറിയാം, അവരുടെ സുഹൃത്തായിരുന്നു, അവരോട് എനിക്ക് നല്ല അടുപ്പുണ്ടായിരുന്നു, ഞാൻ പോയ സ്ഥലത്തേക്ക് അവരെയും കൂട്ടുകൂടണം എന്നൊരാൾ പറഞ്ഞാൽ പരലോകത്ത് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കാര്യം എന്താ ഉള്ളത്? ഒഫി ഹബിർ ഐലൻ, അതുപോലെ തന്നെ ഹദീസിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസങ്ങൾ പറഞ്ഞതായിട്ട് കാല അവിടുന്ന് പറഞ്ഞു, ലാ യദ്ഖുലന്നൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും, ബിശഫാഅത്തി റജുലുൻ മിനൻ ഉമ്മത്തി, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരാളുടെ ഷഫാത്ത് കൊണ്ട്, അക്സറ മിൻ ബനി തമീം, ബനി തമീം ഗോത്രക്കാരനേക്കാൾ കൂടുതലുള്ള ആൾക്കാർ. ബനി തമീം ഗോത്രക്കാർ ഏകദേശം ഒരു വലിയ ഗോത്രമാണത്. ആ ഗോത്രത്തിൽ ഏകദേശം 50,000 അതിൽ കൂടുതലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മത്തിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഷഫാത്ത് കൊണ്ട് 50,000 അതിലും കൂടുതൽ ആൾക്കാർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഒരൊറ്റ ആളുടെ ഷഫാത്താണ് പറയുന്നത് എന്നൊരു സുഹാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, സിവാക്ക യാ റസൂലല്ലാഹ്, അത് നിങ്ങൾക്ക് പുറമുള്ള വേറെ ആരോ ആണോ അതോ നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിവായ, എനിക്ക് പുറമുള്ള ഒരാളെ പറ്റിയാണ് പറയണത്, ഞാനല്ല, എൻ്റെ പുറമെ വേറൊരാൾ. അവരെ കൊണ്ട് ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെക്കാളും കൂടുതൽ, അവരത്രയും നല്ല പറഞ്ഞു, അവരെക്കാൾ കൂടുതൽ. അതൊരു ഉദാഹരണം പറഞ്ഞു. ഒതുമലയോളം തെറ്റുകൾ ആയിട്ട് നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞാൽ ആ ആളുകൾക്ക്, അറേബ്യക്കാർക്ക് പരിചിതമായ ഒരു വലിയ പർവ്വതത്തിനെ പറയുന്നു എന്ന് മാത്രമാണ് പ്രധാനമായിട്ടും. എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എത്ര വലിയ തെറ്റുകളായിട്ട് കൊണ്ടുവന്നാലെന്നാണ്. അതുപോലെ ബനൂ തമീം ഗോത്രക്കാരെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ ആൾക്കാർ അവർ ശഫാത്ത് ചെയ്യുന്ന അർത്ഥം. മഫി റിവായ, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയും കാണാം, അക്സർ മിൻ റബീഅത വ മുദർ, അതുപോലെ റബിയ മുദർ ഗോത്രത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ, അത് ഇതിനേക്കാൾ കൂടുതലുള്ള എണ്ണാണ് എന്ന റിവായത്തും ഉണ്ട്. അപ്പോൾ എണ്ണമറ്റ ആൾക്കാർ ഒരൊറ്റ മനുഷ്യൻ്റെ ഷഫാത്ത് കൊണ്ട് തന്നെ രക്ഷപ്പെടും. അങ്ങനത്തെ ആൾക്കാർ എൻ്റെ ഉമ്മത്തിലുണ്ടെന്ന് വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഖീല ഫി ഹാദർ റജുൽ, ഈ മനുഷ്യൻ ആരാന്നുള്ളതിന് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒരു വിഭാഗം പറഞ്ഞത് അദ്ദേഹം, അതായത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ കൊണ്ട് ഇത്രയും ആൾക്കാർ രക്ഷപ്പെടുന്നു പറഞ്ഞ ആ ആള് ബഹുമാനപ്പെട്ട സയ്യിദിന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളാണ് എന്നാണ് ഒരു അഭിപ്രായം. വഖീല, മറ്റൊരു അഭിപ്രായം, ഹുവ ഉവൈസുൽ ഖർനി, ബഹുമാനപ്പെട്ട സയ്യിദിന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങളാണെന്നാണ് മറ്റൊരു അഭിപ്രായം. ഇന്ദൂർ ഷർഹൽ ഹദീസ്, ഈ വിഷയത്തിൽ ഹദീസിൻ്റെ ഷർഹ് നിങ്ങൾ പരിശോധിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. വഫി ഖബരി ഐദൻ, അതുപോലെ തന്നെ ഹദീസിൽ പിന്നെയും വന്നിട്ടുണ്ട്, അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, യുഖാലു റജുലിൻ ലിറജുലിൻ യാ ഫുലാൻ കും വഷ്ഫ, നാളെ യുഖാലു ഇങ്ങനെ പറയപ്പെടും, ലിറജുലിൻ ഒരു മനുഷ്യനോട്, യാ ഫുലാൻ അല്ലയോ മനുഷ്യ, കും ഫഷ്ഫ എഴുന്നേറ്റ് നിന്നിട്ട് ഷഫാത്ത് ചെയ്യി എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനോട്, ഫയക്കുമു, അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും, വഷ്ഫഹ ലി കബീലത്തി, അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർക്ക് വേണ്ടി ഒക്കെ ഷഫാത്ത് ചെയ്യുകയും ചെയ്യും, ലി അഹ്ലി ബൈത്തി, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി, വലിയ റജുലിൻ വറജുലിൻ, ചിലപ്പോൾ 1-2 മനുഷ്യന്മാർക്ക് വേണ്ടി, അലാ ഖദരി അമലി, അദ്ദേഹത്തിൻ്റെ അമലിൻ്റെ തോതനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 1-2 പേർക്കെങ്കിലും ഒരാൾക്ക് ഷഫാത്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിന് മൊത്തം ഷഫാത്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ സ്വന്തം ഗോത്രത്തിന് മൊത്തം ഷഫാത്ത് ചെയ്യാൻ അള്ളാഹു അധികാരം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി ഹദീസിൻ, മറ്റൊരു ഹദീസിൽ കാണാം, ഐദൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുസഫു യൗമൽ ഖിയാമ സുഫൂഫുൻ, ഖിയാമത്ത് നാളിൽ ഇങ്ങനെ സഫുകളായിട്ട് ഇങ്ങനെ നിരത്തപ്പെടും. തുമ്മ യമുറു അഹ്ലുൽ ജന്ന, എന്നിട്ട് ആ മനുഷ്യന്മാർ മുഴുവൻ സഫുകളായിട്ട് ഇങ്ങനെ അണിനിരത്തപ്പെടും. തുമ്മ യമുറു അഹ്ലുൽ ജന്ന, സ്വർഗവാസികളായ ആളുകൾ അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ കടന്നു പോകും. വയമുറു റജുലുൻ അലാ റജുലിൻ,
അപ്പോൾ ഈ സ്വർഗവാസികൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിലൊരു മനുഷ്യൻ്റെ മുമ്പ് കൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ പറയും, ഫയക്കൂൽ, അദ്ദേഹം പറയും, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, മാത്തദ്കുർ, എന്നെ ഓർമ്മയില്ലേ? അതായത് മുമ്പ് കൂടെ സ്വർഗവാസികൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പം ബാക്കിൽ അവര് സ്വർഗത്തിലേക്ക് പോകാനായിട്ടില്ല, അവരങ്ങനെ നിർത്തപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ സ്വർഗവാസികൾ ഒരാൾ ഇങ്ങനെ ചോദിക്കും, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. ഇപ്പം നമ്മൾ ചിലപ്പോൾ പ്രധാനമന്ത്രിൻ്റെ ഓഫീസിൻ്റെ പുറത്തൊക്കെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഇങ്ങനെ ഒരാളിങ്ങനെ കയറി പോവാണ്, നമുക്കറിയുന്ന ഒരാൾ. അപ്പോൾ എന്നെ മനസ്സിലായോ? നമ്മളെ ഭാസ്കരേട്ടൻ്റെ മോൻ്റെ അവരുടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുമല്ലോ. അതേപോലെ ഇദ്ദേഹം ഈ അണിനിരത്തപ്പെട്ട ആൾക്കാർ ആ സ്വർഗവാസിനെ കണ്ടിട്ട് പറയും, മനുഷ്യ, അമ്മ തസ്കുർ, എന്നെ ഓർമ്മയില്ലേ? യോമ ഇസ്തസ്ഖൈത, നിങ്ങൾ ദാഹിച്ച സമയത്ത്, ഫസ്ഖൈതുക ഷർബത്തൻ, നിങ്ങൾക്ക് വെള്ളം ഞാൻ തന്ന ഓർമ്മയില്ലേ? നിങ്ങൾ ദാഹിച്ച സമയത്ത് ഞങ്ങൾക്ക് വെള്ളം തന്നിരുന്നു. സ്വർഗവാസിയായ ഒരു മനുഷ്യന് ഇദ്ദേഹം സ്വർഗവാസിയല്ല, സ്വർഗം കൊണ്ട് ഉറപ്പിക്കപ്പെട്ട ആളല്ല, പക്ഷേ സ്വർഗവാസിയായ ആൾക്ക് ഇദ്ദേഹം വെള്ളം കൊടുത്തു, എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഓർമ്മയുണ്ടെന്ന് പറയും, ഫയസ് ഫോലോ. എന്നിട്ട് അദ്ദേഹത്തിന് ആ വെള്ളം കൊടുത്ത ആൾക്ക് ഷഫാഅത്ത് ചെയ്യും. വേറും എമുറു റജുലൻ അല റജുൽ, അങ്ങനെ സ്വർഗവാസികളും കടന്നു പോകുമ്പോൾ വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ എത്തിച്ചേരും. ഫയക്കൂൽ, അപ്പോൾ അദ്ദേഹം പറയും, യാ ഫുലാൻ, അല്ലയോ മനുഷ്യൻ, അമ്മ തദ്കുർ, എന്നെ ഓർമ്മയില്ലേ? യൗമ നാവൽതുക തഹൂറൻ, നിനക്ക് ശുദ്ധിയാവാൻ ആവശ്യമായ വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ വെള്ളം തന്ന ഓർമ്മയില്ലേ? ഉദർക്കാനൊക്കെ വെള്ളം ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനൊക്കെ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം തന്ന ഓർമ്മയില്ലേ? ഓർമ്മ ഉണ്ടെന്ന് പറയും, ഫയസ് ഫലഹു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയും ഷഫാഅത്ത് ചെയ്യും. വേറും യമുറു റജുലൻ അലാ റജുൽ, അങ്ങനെ ഇദ്ദേഹം ഇവരിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടുമുട്ടും. ഫയഖൂൽ, അദ്ദേഹം പറയും, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, അമ്മ തദ്കുർ, എന്നെ ഓർമ്മയില്ലേ? യോമ യബഅസനി ലിഹാജത്തിൻ കഥ വ കഥ, ഞാൻ നിങ്ങളെ എന്നാലിനൊരു കാര്യത്തിന് അയച്ചത് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? എന്നാലിനൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? ഫദഹബ്തലക്ക, എന്നിട്ട് ഞാൻ ആ കാര്യം ചെയ്തു. ശരി, ഓർമ്മ ഉണ്ട്. ഫയസ് ഫഹലവും, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും, അദ്ദേഹത്തിന് ശഫാഅത്ത്. ഇപ്പം നമ്മൾ ഷെയ്ഖിനൊക്കെ ഹിദ്മത്ത് ചെയ്യുന്നത്, മഹാന്മാരെ മഹത്തുക്കളൊക്കെ സഹായിക്കുന്നത്, നമ്മൾ ഒരേ സമയം അവരുടെ മക്കാമെത്താനൊന്നുമല്ല പ്രധാനമായിട്ടും. ചിലപ്പോൾ നമ്മൾ എത്തണമെന്നില്ല, നമുക്ക് അവരുടെ രുചിയൊന്നും അനുഭവിക്കാൻ പറ്റണമെന്നില്ല. ഇനി പറ്റിയില്ല എന്ന് തന്നെ വിചാരിക്കാം, എന്നാലും കുഴപ്പമില്ല, അവരെ ഏൽപ്പിച്ചൊരു കാര്യം നമ്മൾ ചെയ്തല്ലോ. നിങ്ങളാഴ്ചക്ക് നമ്മൾ ഷെയ്ഖ് നമ്മളെ മുമ്പിലും കൂടെ കടന്നു പോകുമ്പോൾ ഷെയ്ഖ് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം, ചെറിയൊരു ഉത്തരവാദിത്വം ഞാൻ ചെയ്തിരുന്നു, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ ഉത്തരവാദിത്വം ചെയ്തിരുന്നല്ലോ. നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഞാനൊരു കാര്യം തന്നിരുന്നില്ലേ? നിങ്ങൾ എന്നോട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ പൈസ തന്നിരുന്നില്ലേ? നിങ്ങൾ ഹിദ്മത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ ഹിദ്മത്ത് ചെയ്തിരുന്നില്ലേ? ഈ ചെറിയ കാര്യങ്ങളൊക്കെ പറയാം, ഞാൻ ഈ കാര്യം ചെയ്തിരുന്നില്ലേ എന്ന്. ശരിയാണ്, നീ അത് ചെയ്തിരുന്നു, വാ എന്ന് പറയല്ലോ. കാരണം ഈ മഹാന്മാർക്ക് അവർക്ക് ഹിദ്മത്ത് ചെയ്തവരൊക്കെ ഒരു മറക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മളെ ഹിദ്മത്ത്, നമ്മളെ ഈ പരിശ്രമങ്ങളും വെറും അവരെ മക്കാമിലെത്താനോ അവരുടെ ആത്മീയ രുചി അറിയാനോ മാത്രമല്ല, അതിലേക്കൊക്കെ നമ്മൾ എത്തും. പക്ഷേ എന്നാൽ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക, നമ്മളാകെ ഇതേ ചെയ്യുന്നുള്ളൂ. നമ്മൾ എത്രയോ ആയി ഹിദ്മത്ത് ചെയ്യുന്നു, കാര്യമായി ഒന്നും എത്തിയിട്ടില്ല, ഞാൻ എവിടെയും മക്കാമിലൊന്നും എത്തിയിട്ടില്ല, ഞാൻ ഓരെപ്പോലെ ആവുന്നില്ല, ഞാൻ മാരിഫത്തിൽ ഉയരുന്നില്ല. ഞാനിത് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മതി. ആ പണി ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ആ പണി ചെയ്യുന്ന ആളെ മഹാന്മാർ മറക്കൂലല്ലോ. ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഡ്രസ്സ് അലക്കി കൊടുത്തൊരു മനുഷ്യൻ്റെ കഥ നമ്മൾ കേട്ടിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് നമ്മളിത് പറഞ്ഞതാണ്. നമുക്കൊരു ബർക്കത്തിന് പറയാം. അതായത് മൂപ്പര് ഷെയ്ഖിൻ്റെ ഡ്രസ്സ് അലക്കി കൊടുക്കൽ മാത്രം ഒരു പണി. മൂപ്പര് കാര്യമായിട്ട് വലിയ അറിവൊന്നുമില്ല, കാര്യമായി വലിയ ഇബാദത്തിൻ്റെ ആളൊന്നുമല്ല, ഒന്നുമല്ല. മൂപ്പർക്ക് ഇങ്ങനെ ഷെയ്ഖിൻ്റെ ഡ്രസ്സ് തരും, ആ ഡ്രസ്സ് ഇങ്ങനെ അലക്കും. മൂപ്പര് മരണപ്പെട്ടപ്പോൾ ഖബറിൽ ചോദ്യം ചെയ്യപ്പെട്ടു. മൻ റബ്ബുക്ക വമാ ദീനുക്ക എന്നൊക്കെ തുടങ്ങിയ ചോദ്യങ്ങൾ. അപ്പോൾ മൂപ്പർക്ക് ഇതിനെപ്പറ്റി കാര്യമായി അറിയൊന്നുമില്ല. മൂപ്പര് പറഞ്ഞു, ഞാൻ മൊയ്തീൻ ഷേഖിൻ്റെ ഡ്രസ്സ് അലക്കുന്ന ആളാണ്, എനിക്ക് വേറൊന്നും എനിക്കറിയില്ല. മൊയ്തീൻ ഷേഖിൻ്റെ റബ്ബ് തന്നെയാണ് എൻ്റെ റബ്ബ്, മൊയ്തീൻ ഷേഖിൻ്റെ ദീനാണ് എൻ്റെ ദീൻ എന്ന് പറഞ്ഞു. വേറൊന്നും എനിക്കറിയില്ല. മൊയ്തീൻ ഷേഖിൻ്റെ റബ്ബ് എൻ്റെ റബ്ബ്, മൊയ്തീൻ ഷേഖിൻ്റെ ദീൻ എൻ്റെ ദീന്, എല്ലാം മൊയ്തീൻ ഷേഖിലേക്ക് മടക്കപ്പെട്ടു. അപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട മലക്ക്
ചോദ്യം ചെയ്ത മലക്ക് വന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, എന്താ ഇപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്യുക? ഇതിപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ ശിക്ഷിക്കാനും പറ്റൂല, അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനും പറ്റൂല. കാരണം അയാൾ ആൻസർ പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റുമോ? കാരണം മൊയ്തീൻ ഷേഖിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ശരി തന്നെയല്ലേ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അവനെ ശിക്ഷിക്കണ്ട. മൊയ്തീൻ ഷേഖിൻ്റെ റബ്ബ് എന്താണോ ആ റബ്ബിൻ്റെ ആ മൊയ്തീൻ ഷേഖിൻ്റെ ആ പദവിയിലേക്ക് അവരെയും ചേർത്തിക്കളി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്ത് മൂപ്പര്? ഡ്രസ്സ് അലക്കി കൊടുക്കൽ മാത്രം, വേറെ പരിപാടിയൊന്നുമില്ല. അതാണ് മഹാന്മാരോട് ചേർന്ന് നിൽക്കുന്നത്. എല്ലാത്തിനും നമ്മൾ ഈ ചെയ്യുന്ന പരിപാടികളൊന്നും, ഇപ്പം ഞാനിപ്പോൾ ദർസ് എടുക്കുന്നത് വരെ നമ്മളിതൊന്നും വലിയ ആലിമായിട്ടോ വലിയ സംഭവമായിട്ടോ കുറേ ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടണം, ഞാൻ വലിയ അതുകൊണ്ട് ഇൽമിങ്ങനെ പ്രചരിപ്പിക്കും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. നമ്മളിതൊക്കെ ഷെയ്ഖിന് ഹിദ്മത്തായിട്ട് ഷെയ്ഖ് എൻ്റെ വാക്കുകളൊക്കെ വായിച്ചിരുന്നു, കുറച്ച് ആളുകൾക്കൊക്കെ ഉപകാരം ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാവുമല്ലോ. ആ സമയത്ത് നമ്മളെങ്ങനെ രക്ഷപ്പെട്ടാലോ, ആ ഷഫാഅത്ത് നമുക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ച് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ അഡീഷണൽ വരുന്നതാണ്, നമുക്ക് കിട്ടാതിരിക്കുക. ഈ ഷഫാഅത്ത് കിട്ടുന്ന തന്നെ ഏറ്റവും വലിയ കാര്യം. വാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫി ഖൗലിഹി തആല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആലൻ്റെ ഈ വാക്കുകൾക്ക് തഫ്സീറായിട്ട്, ലിയുവഫിയഹും ഉജൂറഹും വയസീദുഹും മിൻ ഫദ്ലി, അല്ലാഹു തആല അവർക്ക് അവരുടെ പ്രതിഫലം നൽകുകയും വയസീദുഹും മിൻ ഫദ്ലി, അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ വർദ്ധിപ്പിച്ച് നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലം നൽകുക. മനസ്സിലാകുന്നുണ്ട്? ഒരാൾക്ക് പ്രതിഫലം നൽകി അതിൻ്റെ കൂടെ വർദ്ധിപ്പിച്ച് നൽകുന്ന പറഞ്ഞാൽ എന്താ? അഷഫാ, അത് അവർക്ക് ഷഫാഅത്ത് കൊടുക്കും, ഷഫാഅത്തിൻ്റെ അധികാരം കൊടുക്കുന്ന അതിൻ്റെ അർത്ഥം. ലിമൻ ഊജിബത്ത് ലഹു മിനന്നാസ്, മനുഷ്യന്മാരിൽ നിന്ന് അത് ആ ഷഫാഅത്തിൻ്റെ അധികാരം നൽകുന്നവർക്ക് ഷഫാഅത്ത് നൽകുന്നതാണ് അതിൻ്റെ അർത്ഥം. ഫീമൻ സനാ ഇലൈഹിം മഅറൂഫുൻ ഫിദ്ദുനിയ, ആർക്കാ ഷഫാഅത്ത് കൊടുക്കുക? ആർക്കാ അവർ ഷഫാഅത്ത് ചെയ്യാം? അവരോട് കാരുണ്യം കാണിച്ചവരോടാണ് അവർക്ക് ഷഫാഅത്ത് ചെയ്യാം. അവരെന്തെങ്കിലും വിഷയത്തിൽ ഹെൽപ്പ് ചെയ്തവർക്ക് അവർ ഷഫാഅത്ത് ചെയ്യും. വഹാദിഹിൽ അഖ്ബാർ കുല്ലഹ, ഈ ഹദീസുകളൊക്കെ മുസറഹത്തുൻ, വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് ബിസുബൂത്ത് ഷഫാഅ, ഈ ഷഫാഅത്ത് സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ലിൽ അഖ്യാർ, പ്രത്യേകക്കാരായ ആളുകൾക്ക്. ഫീമൻ സനഅയിലൈഹിം മഅറൂഫൻ, അവരോട് നല്ല കാര്യങ്ങൾ, അവരോട് കാരുണ്യം പ്രവർത്തിച്ച ആളുകൾക്ക് അവർ ഷഫാഅത്ത് ചെയ്യും എന്നത് തെളിയിക്കുന്നതാണ് ഇതൊക്കെ. ഒമിമ്മ സുദിഖ ഫീഹി മിനൽ അഖ്ബാർ ബിസുബൂത്ത് ഷഫാഅത്ത് മിനൽ അഖ്യാർ ബിസബബി ഖുറാബത്തി മാ ഫീഹി ഖബർ. അതുപോലെ തന്നെ ഇനി ബന്ധുക്കൾക്ക് മാത്രം, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? അവരോട് നന്മ ചെയ്ത് എല്ലാവർക്കും അവർ ഷഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി നന്മ ചെയ്യുന്നതല്ല, ആരും നന്മയൊന്നും ചെയ്യേണ്ട, പക്ഷെ അവർ ബന്ധുക്കളായി എന്നതുകൊണ്ട് മാത്രം ഷഫാഅത്ത് ചെയ്യപ്പെടും. അതിൽപ്പെട്ടതാണ് അന്നൽ ഖബർ, ഹദീസ്, അന്നൽ ഹാജ യഷ്ഫ, ഒരു ഹജ്ജ് ചെയ്തൊരു വ്യക്തി, ഒരു ഹാജി, അദ്ദേഹത്തിന് ഷഫാഅത്ത് നൽകപ്പെടും, ഷഫാഅത്തിന് അധികാരം നൽകപ്പെടും. ഫി 400 മിൻ അഹ്ലി ബൈത്തി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് 400 പേർക്ക് ഷഫാഅത്ത് ചെയ്യാൻ അധികാരം നൽകപ്പെടും. ഒരു ഹാജിക്ക് നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് 400 പേർക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റും. അവർ ചെയ്ത മഹത്വം എന്താ? അവരെ കുടുംബമായി എന്നുള്ളതിന്, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ പറയും ഷഫാഅത്ത് ചെയ്യുന്നത് ശരി, അവരെ സഹായിച്ചവർക്ക്, അവരെ സ്നേഹിച്ചവർക്ക്, അവർക്കല്ല വേണ്ട. കുടുംബക്കാർക്ക് എന്തിനാണ് ചെയ്യുന്നത്? കുടുംബക്കാരെ അവർ സ്നേഹിച്ചതാണ്. ഇപ്പം നമ്മൾ ഷെയ്ഖിനെ സ്നേഹിച്ചതുകൊണ്ട്, ഷെയ്ഖിനെ ഹിദ്മത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഷെയ്ഖിൻ്റെ ഷഫാഅത്ത് കിട്ടുന്നത് നമ്മൾ ഷെയ്ഖിനെ അങ്ങോട്ട് ഹിദ്മത്ത് ചെയ്തുകൊണ്ടല്ലേ. എന്നാൽ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഷെയ്ഖ് അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കാരണം അവരുടെ ഓൾറെഡി അവരെ പേരമക്കളും ഒക്കെ ആകുമ്പോൾ തന്നെ ഭൗതികമായി, ശാരീരികമായി അള്ളാഹു ഓൾറെഡി അവരെ ഹൃദയത്തിൽ സ്നേഹം അവരോടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരക്കുട്ടിയാണ്, മക്കളാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സ്നേഹിച്ച ആളാണെന്നുള്ള അർത്ഥത്തിൽ അവരൊക്കെ ഷഫാഅത്ത് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഒരു ഹാജിക്ക് 400 കുടുംബത്തിൽപ്പെട്ട 400 പേരെ ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കൊടുക്കും. വഅന്നമൻ ഖറഅൽ ഖുർആൻ, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന ഒരു വ്യക്തി, ഫസ്തദ്ഹറഹു, അത് മനഃപ്പാടമാക്കി, വാഹല്ല ഹലാലഹു, അദ്ദേഹം ഹലാല് ഹലാലാക്കുകയും ഹറാമഹു, ഹറാമ് ഹറാമാക്കുകയും ചെയ്താൽ, യുഷഫഉഹു അല്ലാഹു അദ്ദേഹത്തിന് ഷഫാഅത്തിന് അധികാരം നൽകും. ഫി 10 മിൻ അഹ്ലി ബൈത്തി,
അദ്ദേഹത്തിൻ്റെ വീട്ടിൽപ്പെട്ട 10 പേർക്ക് ഷഫാഅത്ത് ചെയ്യാൻ. കുല്ലുഹും വജബത്ത് ലഹുമുന്നാർ. ആ 10 പേരുടെ പ്രത്യേകത എന്താ? 10 പേരും നരകത്തിന് അവകാശികളായ 10 പേർക്ക് ഷഫാഅത്ത് ചെയ്യാൻ അധികാരം കൊടുക്കും. സ്വർഗാവകാശികൾക്ക് ഷഫാഅത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നരകാവകാശികളായ 10 പേർക്ക് ഈ ഹാഫിളായ ഖുർആൻ പറഞ്ഞനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ഷഫാഅത്തിനുള്ള അധികാരം നൽകും. ഇലായിരുതാലിക്ക്. അതുപോലുള്ള മറ്റ് ഹദീസുകളും ഈ തെളിവാണ്. ഇതൊക്കെ എന്തിനാ പറയുന്നത്? സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുടുംബക്കാരിൽപ്പെട്ട 10 ലക്ഷം പേർക്ക് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഷഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ തെളിവായിട്ട് ഉദ്ധരിച്ചതാണ്. വഇദാ കാന ഹാജു യശ്ഫഉ ഫീ മിസ്ലി മാ ദുകിറ മിൻ അദദി ബിസബബിൽ ഖുർബത്തി. ഒരു ഹാജിക്ക് ഈ പറഞ്ഞ അളവിൽ അവനോട് കുടുംബബന്ധമുള്ള ആളുകളെ വിഷയത്തിൽ അവന് ഷഫാഅത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് 400 പേരെ കുടുംബബന്ധം എന്ന കാരണം കൊണ്ട് മാത്രം ഒരു ഹാജിക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫലാ യസ്തഅറബു, അത്ഭുതമൊന്നല്ല, അൻ യശ്ഫഅ മൻ അതാഹുല്ലാഹ്, ഒരു മനുഷ്യന് അള്ളാഹു ഷഫാഅത്തിന് അധികാരം കൊടുക്കാന്ന് അറിയുന്നത്. മൻ അതാഹുല്ലാ, ആ മനുഷ്യന്റെ പ്രത്യേകത തന്നെ മൻ അതാഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് നൽകി. മാൽ ഹജ്ജിനോടുകൂടെ അദ്ദറജത്തുൽ ഉലാ, ഏറ്റവും ഉന്നതമായ ദർജകൾ, ഫിൽ മഅരിഫത്തി ബിഹി, അള്ളാഹുവിൻ്റെ മാരിഫത്തിലുള്ള ദർജകൾ, വആയത്തുൽ ഖുസ്വാ, അതുപോലെ അങ്ങേയറ്റത്തെ പരിപൂർണതകൾ, ഫിൽ ഇൽമി വൽ അമൽ, ഇൽമിലും അമലിലും, കറാമത്തുൽ ലഹും, അവർക്കൊരു കറാമത്തായിട്ട്. അപ്പോൾ വെറും ഒരു ഹജ്ജ് ചെയ്ത മനുഷ്യന് ഹജ്ജ് കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് 400 പേർക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹജ്ജ് ചെയ്യുകയും ഇൽമു പഠിക്കുകയും അമല് ചെയ്യുകയും അതോടൊപ്പം മാരിഫത്ത് എത്തുകയും അള്ളാഹുവിൻ്റെ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കുകയും ചെയ്തൊരു മനുഷ്യന് ഒരു കറാമത്ത് എന്ന നിലയിൽ ഇത്രയും ആളുകൾക്കൊന്നും അവരുടെ കുടുംബത്തിൽപ്പെട്ട ഇത്രയും ആൾക്കാർക്കൊന്നും ഷഫാഅത്ത് ചെയ്യാൻ അധികാരം അള്ളാഹ് കൊടുക്കാന്ന് പറയുന്നത് അത്ഭുതമൊന്നുമല്ല. ഒരു ഹാജിക്ക് കൊടുത്തിട്ടുണ്ട്, ഇവർക്കൊക്കെ എന്തുകൊണ്ടോ കൊടുത്തുകൂടാ? സുമ്മ ഇന്ന ഷഫാഅത്ത, തീർച്ചയായും ഷഫാഅത്ത് മിൻ ഹൈസു ഹിയ വൈൻ ഖാൻ സാബിതൻ നക്കലൻ, അത് ഈ നക്കല് കൊണ്ട്, ഈ ഹദീസുകൾ കൊണ്ടും തെളിവുകൾ കൊണ്ടൊക്കെ സ്ഥാപിക്കപ്പെട്ടതുപോലെ തന്നെ ഫയ്യ ആയുധൻ ജായിസത്തുൻ അക്കലൻ, അത് ബുദ്ധിപരമായിട്ടും നമുക്ക് ശരിയാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലിഅന്ന മിനൽ ജായിസി ഉഫ്റാന ഐറ കുഫ്റിൻ ലിഖൗലിഹി തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് കുഫറല്ലാത്ത എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അപ്പോൾ കുഫറല്ലാത്ത അള്ളാഹു പുറത്തു കൊടുക്കുന്നു പറഞ്ഞാൽ അവരെ തെറ്റുകൾ അള്ളാഹു കൗണ്ട് ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. തെറ്റുകൾ കൗണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഷഫാഅത്ത് ശുപാർശ ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബുദ്ധിപരമായി ചിന്തിച്ചാലും തെറ്റുകൾ അള്ളാഹു പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ ഷഫാഅത്ത് എന്ന സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശനാവരുത്, അള്ളാഹു എല്ലാം പുറത്തു നൽകുന്നവനാണ്, അപ്പം എല്ലാം പൊറുക്കുന്ന അള്ളാഹ് പറഞ്ഞല്ലോ. വഖൗലുഹു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, അള്ളാഹു അവന് ശിർക്ക് ചെയ്യുന്നത് പൊറുക്കൂല, പകരം അതിൻ്റെ താഴെ അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് സൂറത്തുൽ നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുക ഒരു കാരണവുമില്ലാതെ എന്ന് തന്നെയാണ്. വലോലി ജമീഅ കാഫത്തിൽ മുസ്ലിമീൻ, മുഴുവൻ മുസ്ലിമീങ്ങളെയും അള്ളാഹു പുറത്തു കൊടുത്താലും ചിലപ്പോൾ അള്ളാഹു കുഴപ്പമുണ്ടാവില്ല, അള്ളാഹു പുറത്തു കൊടുക്കുക. ഒരാളെയും അള്ളാഹു ശിക്ഷിക്കാതിരിക്കാനും ചെയ്യാന്നർത്ഥം. ബഹു മദ്ഹബുൽ അശ്അരി, ഇതാണ് അശ്അരിയായ മദ്ഹബ് പറയുന്നത്. മിൻ അന്ന തഹല്ലുഫ വഈദൻ, കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷനെ നടപ്പിലാക്കിയില്ല എന്ന് കരുതുക. ലാ യഅദ്ദു നഖ്സൻ, അതൊരു അള്ളാഹിൻ്റെ കുറവായിട്ട് പരിഗണിക്കൂല. അത് അള്ളാഹ് ശിക്ഷ പറഞ്ഞ് താക്കീതുകളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ താക്കീതും ശിക്ഷയൊന്നും അത് നടപ്പിലാക്കിയില്ല എന്ന് കരുതുക. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവായിട്ട് നമ്മൾ പരിഗണിക്കുന്നതല്ല. ബൽ ഹുവ മിന തമാമിൽ ഖറം, പകരം അത് പൂർണ്ണമായ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഖിലാഫത്തിൽ മാതുരിദി, എന്നാൽ മാതുരിദിയ മദ്ഹബ് ഇങ്ങനെയല്ല പറയുന്നത്. ഫി ഖൗലിഹിം, അവർ പറയുന്നത് വുജൂബ് തഹ്ഖീഖിൽ വഈദ്, എന്തായാലും അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കണം, അള്ളാഹു നൽകിയ താക്കീതുകൾ നടപ്പിലാക്കണം എന്നാ. വലോ ഫി വാഹിദി മിൻ കുല്ലി നൗൻ, അത് ഒരാളെയാണ് ശിക്ഷിക്കുന്നതെങ്കിൽ പോലും. ഇപ്പോൾ കള്ളു കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, ശിർക്ക് ചെയ്യുന്നത്,
പിന്നെ ശിർക്കല്ല, സിഹിർ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യത്തിനും ഒരാളെങ്കിലും ശിക്ഷിക്കണം എന്നാണ്. കാരണം അള്ളാഹ് പറഞ്ഞാണല്ലോ, പറഞ്ഞ സ്ഥിതിക്ക് ഒരാളെങ്കിലും ശിക്ഷിക്കണം എന്നാണ് മാതുരിദിയ മദ്ഹബ്. അശരി മദ്ഹബ് പറഞ്ഞാൽ ഒരാൾ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹു വേണം എല്ലാവരെയും അള്ളാഹു പുറത്തു കൊടുക്കുക. അത് അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ പെട്ടതാണ്. വഖദ് നസ്സൽ മുഹഖിഖൂൻ അല അന്ന മദ്ഹബ് ഹാദാ മർജൂഹുൻ. എന്നാൽ ഈ മാതുരിദി മദ്ഹബിൽ ഈ പറഞ്ഞ ഈ കാര്യം ഒരു ബലഹീനമായ അഭിപ്രായമാണ് എന്നതാണ് മുഹഖിഖീങ്ങളായ അറിവിൽ ആഴം ലഭിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. റാജിഹുൻ, ബലപ്പെട്ട അഭിപ്രായം മാലിൽ അശ്അരി റളിയല്ലാഹു അൻഹു, അശ്അരി പണ്ഡിതന്മാർ പറഞ്ഞതാ. എന്ത്, അള്ളാഹു ആണെങ്കിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കുക. വല്ലാഹു തആല അലം വഹഖ. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട 10 ലക്ഷം ആൾക്കാർക്ക് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെന്നെ ചെയ്താലും വെറുതെ അള്ളാഹു പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അസാധ്യമായ കാര്യമൊന്നുമല്ല. അള്ളാഹു ശഫാഅത്തിന് ആളുകൾക്ക് അധികാരം കൊടുക്കാം, അതെന്നെ കുടുംബക്കാർക്ക് അധികാരം കൊടുക്കാം, കുടുംബക്കാർക്ക് ശഫാഅത്ത് അധികാരം കൊടുക്കാം. ആ കൊടുക്കുന്നവർക്ക് തന്നെ എണ്ണമറ്റ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ അധികാരം കൊടുക്കാം. ഇതൊക്കെ കൊടുത്തിട്ട് അള്ളാഹു ഇവർക്കൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്യാം. അത് അള്ളാഹ്ക്ക് അസാധ്യമായ കാര്യമൊന്നുമല്ല. അപ്പം ഇതൊന്നും നമുക്ക് മനസ്സിലാവേണ്ട. അള്ളാഹു നമുക്ക് ശഫാഅത്തൊക്കെ കിട്ടും, അതുകൊണ്ട് നമുക്ക് എന്ത് തോന്നിയ പോലെ ചെയ്യാം, അങ്ങനെയല്ല കേട്ടോ. ശഫാഅത്ത് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷകളാണ്. അവരെ മഹാന്മാർ ശഫാഅത്ത് കിട്ടും. ഇപ്പം ഇതൊക്കെ വെച്ച് ഇനി ശഫാഅത്ത് കിട്ടിയില്ലെങ്കിലോ? മഹാന്മാരെ അള്ളാഹു ആണല്ലോ ഇതിനൊക്കെ അധികാരം നൽകുന്നത്. അള്ളാഹു ആ മഹാന്റെ കാഴ്ചനെ നമ്മളിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിലോ? അള്ളാഹു ആ മഹാന്റെ മുമ്പിൽ നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിലോ? നമുക്കിത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലോ? ആ മഹാനെ നമ്മൾ പറഞ്ഞ കാര്യം നമ്മളെ ഓർമ്മ വന്നിട്ടില്ലെങ്കിലോ? ഇതൊക്കെ അള്ളാഹ്ക്ക് പറ്റാത്തതൊന്നുമല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പരലോകത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹിൻ്റെ വിഷയത്തിലൊന്നും ചാൻസുകൾ എടുക്കാനും പറ്റൂല. എന്നാലും ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും വേണം. ഇതൊക്കെ കിട്ടാം, അള്ളാഹു നമുക്ക് നൽകട്ടെ, മഹാന്മാർ ഷഫാത്തൊക്കെ നൽകട്ടെ, അതുകൊണ്ട് രക്ഷപ്പെടട്ടെ. പക്ഷെ അത് വെച്ചിട്ട് ഷഫാത്തൊക്കെ കിട്ടും, എനിക്ക് തോന്നിയ പോലെ ജീവിക്കാം എന്നും വിചാരിക്കരുത്. രണ്ടും എക്സ്ട്രീം കാര്യങ്ങളാണ്. ഇതോടുകൂടി നമ്മളുടെ മുഖത്തുൽ മുസ്തഫീദിൻ്റെ 1ാമത്തെ വോള്യം കൈയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഫസ്റ്റ് ആമുഖത്തിലേക്ക് തന്നെ കിടക്കുക. ആമുഖത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വിശദീകരിക്കാത്തത്. മത്ലബുൽ അവൽ, ഇപ്പോൾ മുഖത്തുൽ മുസ്തഫീദ് തുടങ്ങാണ്, അതിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണത്. ഫി മൻഷ ഉലൂമു ത്വരീഖ്, ത്വരീഖത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണിത്. വബഅദിമാ ഇഹ്തസ്സ ബിഹി അഹ്ലുഹ, അതുപോലെ തന്നെ അതിൻ്റെ ആളുകൾക്ക് പ്രത്യേകമായ നൽകപ്പെട്ട കാര്യങ്ങളും, മിൻ അസ്റാരി വൽ അദ്കാഖി വ തഹ്ഖീഖ്, ആത്മീയമായ രുചികളുടെയും അതുപോലെ ആത്മീയമായ സാക്ഷാത്കാരത്തിൻ്റെയും ഒക്കെ രഹസ്യങ്ങളിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ട പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു ചാപ്റ്റർ. അതായത് എങ്ങനെയാണ് ത്വരീഖത്ത് ഉത്ഭവിച്ചത്, ത്വരീഖത്തിൻ്റെ ആൾക്കാർക്ക് എന്തൊക്കെ പ്രത്യേകമായ രഹസ്യങ്ങളും ആ രുചികളും ഒക്കെയാണ് ഉണ്ടാവുക, അതിൽ നിന്നൊക്കെ ചില കാര്യങ്ങളുടെ സൂചന നൽകുന്ന ഒരു ചാപ്റ്ററാണിത്. ഈ സ്ഥാനത്ത് ഈ വിഷയം കൃത്യമായി അവതരിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ആർക്കും അജ്ഞാതമായ ഒന്നല്ല. ത്വരീഖത്തുകാരുടെ വിഷയത്തിൽ ഇത് പഠിക്കലും പഠിപ്പിക്കലും വളരെ അനിവാര്യവുമാണ്. കാരണം അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിച്ച ഒരു മുരീദ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതിലേക്ക് ചിന്തിക്കുന്നതിലൂടെ പ്രമാണങ്ങളുടെ ബാഹ്യമായ അർത്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മരവിച്ച താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ആശയങ്ങളുടെ ആത്മാവിലേക്കും പൂർണ്ണത പ്രാപിച്ച മഹത്തുക്കളുടെ വിജ്ഞാനങ്ങളുടെ സത്തയിലേക്കും ഉൾക്കാഴ്ചയോടെ ചിന്തിക്കുന്ന അത്യുന്നതമായ അവസ്ഥയിലേക്ക് ഉയരുന്നതാണ്. ഇത് മുരീദിനെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കലും മനസ്സിലാക്കലും പ്രധാനപ്പെട്ടൊരു വിഷയമാണെന്ന്. ഇതുകൊണ്ടുണ്ടാകുന്ന മഹത്തായ നേട്ടങ്ങളിലും മനോഹരമായ ഫലങ്ങളിലും ഏറ്റവും ചെറിയ കാര്യം എന്തെന്നാൽ അള്ളാഹുവിൻ്റെ ആളുകളുടെ സംസാരത്തിൽ നിന്ന് തൻ്റെ അറിവ് എത്തിപ്പെടാത്ത കാര്യങ്ങളെ നിഷേധിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സൂചനകളിൽ നിന്ന് തനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തവയെ തള്ളിക്കളവിൽ നിന്നും അള്ളാഹുവിൻ്റെ തൗഫീഖോടെ ഇതിലേക്ക് നോക്കുന്നവരെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഭാഗം, ഈ ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വലിയ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് കരുതുക. മനസ്സിലായില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെ നിഷേധിക്കുകയോ തള്ളിപ്പറയുകയോ വിമർശിക്കുകയോ നിങ്ങൾ ചെയ്യൂല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ല എന്ന് കരുതുള്ളൂ. ഈ ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഔലിയാക്കന്മാരെ വിമർശിക്കാൻ പറ്റൂല, അവർ പറഞ്ഞ വാക്കുകൾക്ക് നമ്മൾ നല്ല അർത്ഥം കൊടുക്കണം, എന്തുകൊണ്ട് അവരെങ്ങനെ വിമർശിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഒട്ടകങ്ങളെ തെളിച്ച് ദീർഘദൂരം യാത്ര ചെയ്ത് നേടിയെടുക്കാൻ മാത്രം മഹത്തമായ ഒരു നേട്ടമായി നിനക്കിത് തന്നെ മതി. നീ ഒരു അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ആരിഫീങ്ങളെ വിമർശിക്കുന്നില്ല എന്നുള്ളത് തന്നെ നീ നേടിയെടുക്കുന്ന വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. അധികമൊന്നും വേണ്ട. ഒരാൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ വിമർശിക്കുന്നില്ലെങ്കിൽ തന്നെ
അത് നീ നേടിയെടുത്ത വലിയ നേട്ടം. സംശുദ്ധമായ മനസ്സുകൾ ഇത് കരസ്ഥമാക്കുന്നതിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബുസ്താമി തങ്ങൾ പറഞ്ഞതിൽ കാണാം, കാല ഷെയ്ഖ് അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബുസ്താമി തങ്ങൾ പറഞ്ഞു, മഹാനവറുകൾ കാലഘട്ടത്തിന് കുത്തുബായിരുന്നു, ഇതാ റഅയ്തും, നിങ്ങൾ കണ്ടാൽ, ഈ വാക്ക് വളരെ നല്ല രസമുള്ള വാക്കാണ്. ഇതാ റഅയ്തും, നിങ്ങൾ കണ്ടാൽ, മൻ യുമിൻ, ഒരു വിശ്വസിക്കുന്ന ആളെ, ബി കലാമി അഹ്ലി ത്വരീഖ്, ത്വരീഖത്തിൻ്റെ അള്ളാഹിൻ്റെ ആളുകളുടെ മാരിഫത്തിൻ്റെയും ത്വരീഖത്തിൻ്റെ ഒക്കെ ഒരു വഴിയിലുള്ള ആളുകളുടെ വാക്കുകൾ വിശ്വസിക്കുന്ന ഒരാളെ കണ്ടാൽ, ത്വരീഖത്തിൻ്റെ ആളുകളല്ല, ഔലിയാക്കന്മാരെ ആരിഫീങ്ങളൊന്നല്ല, ആരിഫീങ്ങളെ ഔലിയാക്കന്മാരെയും വിശ്വസിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ, ഫസ് അലൂഹ്, നിങ്ങൾ അവരോട് ചോദിക്കണം, യദൗലക്കും, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഫൈന്നഹു മുജാബുദ്ദഅവ, കാരണം അദ്ദേഹത്തിൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. അദ്ദേഹം ത്വരീഖത്തിൻ്റെ ആളാവണമെന്നില്ല, ത്വരീഖത്തിൽ യാത്ര ചെയ്യണമെന്നില്ല, ത്വരീഖത്തിൻ്റെ ആൾ അംഗീകരിക്കുന്ന ആളായാൽ മതി. അംഗീകരിക്കുന്ന ആളാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അദ്ദേഹത്തിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യാൻ പറയണം, അദ്ദേഹത്തിൻ്റെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. കാല ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദി മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അഖല്ല ദറജാതി അഹ്ലി ത്വരീഖി, ത്വരീഖത്തിൻ്റെ ആളുകളിൽ ഏറ്റവും ചെറിയ ദർജ എന്ന് പറയുന്നത് അത്തസ്ലീമു ഫീമാ ലാ തഅലമുഹു അൻത, നിനക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അവർ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. നിനക്കെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ത്വരീഖത്തിൻ്റെ അഹലുകാരിൽ, ഇപ്പം നമ്മൾ ത്വരീഖത്തിൻ്റെ അഹലുകാരിൽ പെട്ടു, അള്ളാഹുവിൻ്റെ ആളുകളിൽ പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ കാര്യം, ആ ത്വരീഖത്തിൻ്റെ അഹലുകാരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ അത് നീ വിശ്വസിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായാലേ വിശ്വസിക്കുകയുള്ളൂ, എനിക്ക് ഉൾക്കൊണ്ടാലേ വിശ്വസിക്കൂ, എനിക്ക് ബോധ്യപ്പെട്ടാലേ ഞാൻ അതിൽ ഇറങ്ങുള്ളൂ എന്ന് പറയലല്ല. ഞാൻ പറഞ്ഞു, കേട്ടു, വിശ്വസിച്ചു. ഇപ്പോൾ സലാത്തുൽ ഫാത്തിന് ഇത്രയും മഹത്വൻ്റെ അഹമ്മദ് ഞാൻ നിങ്ങൾ പറഞ്ഞു, ഒരു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. അഹമ്മദ് ജാൻ തങ്ങൾക്കും അവരെ ത്വരീഖത്തിനും മൊരീദന്മാർക്കും ഇത്രയും മഹത്വമുണ്ടെന്ന് ഒരു പറഞ്ഞു, കേട്ടു, വിശ്വസിച്ചു. നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് അത് നമ്മളെ വിഷയമല്ല, അത് നോക്കണ്ട. അവർ പറഞ്ഞു, വിശ്വസിച്ചു. അങ്ങനെ ചെയ്യുന്നതാണ് ആ ത്വരീഖത്തിൻ്റെ ആളുകളുടെ ഏറ്റവും താഴെ ദർജ. വഅലാഹ, അത് ഏറ്റവും ഉന്നതമായ ദർജ എന്താ? അൽ ഖതഉ ബിസിദ്ഖിഹി, സിദ്ഖ് കൊണ്ട് അത് അനുഭവിച്ചറിയലുമാണ്. ഒന്ന്, അത് വിശ്വസിക്കലാണ് ഏറ്റവും താഴെ ദർജ. ഉന്നതമായ ദർജ അത് അനുഭവിച്ചറിയല. എന്തുകൊണ്ടാണ് അത്രയും പദവി? അഹമ്മദ് ജാൻ തങ്ങളെ മുരീദന്മാർക്ക് എന്തുകൊണ്ട് അത്ര പദവി? പിന്നെ അതുപോലെ തന്നെ സലാത്തുൽ ഫാത്തി ചൊല്ലിയ എന്താ അത്ര പദവി? എന്തുകൊണ്ടായി ത്വരീഖത്തിൻ്റെ മഹത്വം? ഇതൊക്കെ അനുഭവിച്ചറിയാം. അപ്പോൾ നമുക്കിതൊക്കെ ബോധ്യപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്തതുകൊണ്ടാണല്ലോ ഇത് ബോധ്യപ്പെടാത്തത്. കുറച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നതാണ് ഉന്നതമായ അവസ്ഥ. നാം ആദ്യം ബോധ്യപ്പെട്ടിട്ടില്ല, കേട്ടു, നമ്മൾ അനുസരിച്ചു. അങ്ങനെ സമയനാത്താന എന്നൊക്കെ പറഞ്ഞ പോലെ കേട്ടു, അനുസരിച്ചു, കേട്ടു, വിശ്വസിച്ചു, വേറെ ഒന്നുമില്ല, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അങ്ങനെയൊക്കെയല്ല. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ളതാണ് ഈ ദർജകൾ മാറി വരുന്നത്. അതിങ്ങനെ കയറുന്നതനുസരിച്ച് ഉയർന്നു പോവുകയും താഴ്ന്നതനുസരിച്ച് താവുകയും ചെയ്യും. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ ശരിയാണ്. ഒമാ ആദ ഹാദൈനിൽ മക്കാമൈൻ, എന്നാൽ ഈ രണ്ട് മക്കാമിൻ്റെ അപ്പുറത്തുള്ളതുണ്ടല്ലോ, ഇത് രണ്ട് പരിധികളാണ്. ഈ രണ്ട് പരിധികൾക്ക് അപ്പുറത്തുള്ളതുണ്ടല്ലോ, ഫഹിർമാൻ, അത് അതീവ നഷ്ടമുള്ള കാര്യമാണ്. ആരെങ്കിലും അള്ളാൻ്റെ ഔലിയാക്കന്മാരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ, അവർ പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ, അവർ പറഞ്ഞത് അവർക്ക് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, വിശ്വസിക്കുന്നില്ലെങ്കിൽ, അത് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. മുഹീദ്ദീൻ ഇബ്നു തങ്ങൾ പറയണം. ഇതിൻ്റെ ഒരു കുറിപ്പ് ഞാൻ വായിക്കാം. അള്ളാൻ്റെ ഔലിയാക്കൾക്ക് പൂർണ്ണമായി കീയൊതുങ്ങുന്നതിനെക്കുറിച്ച് ഷെയ്ഖ് അബുൽ അബ്ബാസ് അത്തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാമ സയ്യിദി മുഹമ്മദ് ബിൻ അൽ മിശ്രി റളിയല്ലാഹു അൻഹു തൻ്റെ റൗദുൽ മുഹിബ്ബിൽ ഫാനി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. സലാത്തുൽ ഫാത്തിഹി ലിമാ ഉലിക എന്നതിൻ്റെ മഹത്വത്തെയും പ്രതിഫലത്തെയും കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഈ മഹത്തായ നന്മ ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരിൽ പെട്ടവനാണ് താങ്കളെങ്കിൽ, അതായത് ഈ സലാത്തുൽ ഫാത്തിയും അതിൻ്റെ ഗുണങ്ങളും മഹത്വമൊക്കെ പറയുന്നിടത്ത് അതൊക്കെ കേട്ട് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ, നിങ്ങൾ പൂർണ്ണ സമർപ്പണത്തിൻ്റെ വാതിലിലൂടെ പ്രവേശിക്കുക. അത് കേട്ട് അനുസരിക്കുക, അധികമൊന്നും ചിന്തിക്കണ്ട. ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ അറിയിച്ചു തന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ അപൂർണമായ ബുദ്ധിയുടെ അളവുകോലുകൾ നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഇപ്പോൾ സലാത്തുൽ ഫാത്തിഹ ചില എത്ര പവറോ, എന്തിനാ ഇപ്പം അത്ര പവർ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു
തിജാനി അവൻ്റെ ഔറാദുകളൊക്കെ കൊണ്ടുവന്ന് 5 വക്ത് നിസ്കരിച്ച് ഔറാദ് കൊണ്ടുവന്ന് വേറെ ആരും കുറ്റം പറയാതെ ബുദ്ധിമുട്ടാക്കാതെ കിടന്നുറങ്ങാമെന്ന് കരുതുക. അവന് ഈ ലോകത്തുള്ള എല്ലാവരും അമൽ ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം നൽകപ്പെടുമെന്ന് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നത് ഒഴിവാക്കുക എന്നർത്ഥം. അത് കേൾക്കുക, അനുസരിക്കുക. കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് അതിരുകളില്ല. അള്ളാഹ്ക്ക് അതൊക്കെ കൊടുക്കാമല്ലോ. അള്ളാഹിൻ്റെ ഔദാര്യത്തിൻ്റെ പുറത്തുള്ള ഒന്നല്ലല്ലോ അതൊന്നും. അതിന് പരിമിതിപ്പെടുത്താൻ ആർക്കും സാധിക്കുകയുമില്ല. നിങ്ങൾ വെറുതെ ഊഹങ്ങൾ പറയുന്നവരുടെയും തർക്കിക്കുന്നവരുടെയും കൂട്ടത്തിലാകരുത്. അള്ളാഹ്ക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് അള്ളാഹ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയരുത്. പകരം അനാവശ്യമായ സംസാരങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്ന ഈ രത്നങ്ങളിലേക്കും മുത്തുകളിലേക്കും നിങ്ങൾ കാതുകൾ തുറന്നു വെക്കുക. അത് സലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചും തിജാനി ത്വരീഖത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? വിമർശിക്കാൻ പോകണ്ട, അതവർക്ക് വിട്ടുകൊടുക്കാൻ പോവുക. അതേസമയം അതിനെ അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹയർ. അതിലായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹയർ. കാരണം അള്ളാൻ്റെ ഔലിയാക്കന്മാർ പറയുന്ന വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നതിന് ഒരു വിലായത്താണ്. അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിന് ഒരു വിലായത്താണ്. അത് വലിയൊരു തൗഫീഖാണ്. ഫലിമിസ്ലി ഹാദൽ ഖായിദൽ മുഹിമ്മ അസർന അൻ യകൂന ഹാദൽ മത്ലബ്. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അധ്യായത്തിനെ അമാമ മതാലിബ ഹാദൽ മുഖദ്ദം, ഈ മുഖവരിയുടെ തുടക്കത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത് എന്ന് ഷേഖുകൾ പറയാം. ഒരു കുറിപ്പും കൂടി ഉണ്ട്. അല്ലാമ സയ്യിദി ഇദ്രീസ് അൽ ഇറാഖി റളിയല്ലാഹു അൻഹു തൻ്റെ യവാഖീത്തുൽ ഇർഫാനിയ എന്ന ഗ്രന്ഥത്തിൽ 20 ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി പറയുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് നല്ല വിശ്വാസം വെച്ചു പുലർത്തുകയും അവർക്ക് പൂർണ്ണമായി കീഴൊതുങ്ങലും അവരിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തലും എല്ലാ നന്മകളുടെയും അടിസ്ഥാനമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ വിശ്വസിക്കുക, അവർക്ക് കീഴ്പ്പെടുക, അവർ പറഞ്ഞൊക്കെ വിശ്വസിക്കുക. ഇതിൽ എല്ലാ നന്മൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇപ്രകാരം പറഞ്ഞത്, ഉറച്ച വിശ്വാസം, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിലുള്ള ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് വിലായത്താണ്. അതന്നെ ഒരു വിലായത്താണ്. സത്യപ്പെടുത്തുന്നവന് അഭിമാനിക്കാനും അഹങ്കരിക്കാനും ഉന്നത പദവിക്കും അള്ളാഹുവിൻ്റെ ഈ വചനം തന്നെ മതിയാവും. സത്യവുമായി വരികയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് സൂക്ഷ്മത പാലിച്ചവർ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അള്ളാഹു പറഞ്ഞതു, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സാദിഖീങ്ങളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുക. തുടർന്ന് അള്ളാഹു പറയുന്നു, തുടർന്ന് അദ്ദേഹം രചയിതാവ് പറയാണ്, അവരോടുള്ള സ്നേഹത്തിൻ്റെയും അവരുടെ ആദരവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെയും അടയാളങ്ങളിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടി മറുപടി നൽകലും. അതായത് ഒരു വലിയ നിങ്ങൾ സ്നേഹിക്കുന്നു, ഒരു ശൈഖിനെ നിങ്ങൾ സ്നേഹിക്കുന്നു, അവർ കൊണ്ടുവന്നതിനൊക്കെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവുകൾ പെട്ടതാണ്. നമ്മൾ പറയുന്നത് പറച്ചിൽ മാത്രം മതിയാവില്ലല്ലോ. നമ്മൾ പറയുന്നു ഭയങ്കര സ്നേഹം എന്നൊക്കെ പറയുന്നു, പക്ഷെ ആ പറച്ചിൽ മാത്രം പോരാ. അതിൻ്റെ തെളിവുകൾ പെട്ടതാണ് അവർക്ക് വേണ്ടി മറുപടി നൽകൽ, അവരാരെ വിമർശിച്ചാൽ അവർക്ക് മറുപടി നൽകൽ, അവരുടെ അവകാശങ്ങളെ പ്രതിരോധിക്കൽ. ആരെങ്കിലും അവരെ വിമർശിക്കുകയാണ്, എന്തിനാ ശേഖരനൊക്കെ അങ്ങനെ ഹിദ്മത്ത് ചെയ്യുന്നത്, എന്താ ഇപ്പോൾ പണി എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കൽ. അതുപോലെ തന്നെ അവരെ നിഷേധിച്ചുകൊണ്ട് അവരെ ഇടിച്ചു താഴ്ത്താനും മോശമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അവരെ സഹായിക്കലും, അവരെ വിമർശിക്കുന്നവർക്കെതിരെ സഹായിക്കൽ, അവരിലേക്ക് ചേർന്ന് നിൽക്കുന്നവരെ സഹായിക്കലും ഇതിൽപ്പെടുന്നു. അതുപോലെ നമ്മൾ മശായിഖന്മാരൊക്കെ ഔലിയാക്കന്മാരായിട്ട് ചേർന്ന് നിൽക്കുന്നവരെ ഹിദ്മത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സഹായിക്കലും ഇതിൽപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നത് അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയാനും ആരെക്കൊണ്ടുള്ള ഉപകാരം ഇല്ലാതാക്കാനും ഉദ്ദേശിച്ചുവോ അവർ മാത്രമായിരിക്കും. അതായത് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നത് എന്തിൻ്റെ തെളിവാ? അള്ളാഹു ഒരാളുടെ ഈമാൻ്റെ പ്രകാശം കെടുത്തിക്കളഞ്ഞു, അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നതിൻ്റെ തെളിവാ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവർ. അത് ഒരാളെ നിശ്ചയിച്ചാൽ തന്നെ മതി, ഒരുപാട് ആൾക്കാരും വേണ്ട. കാരണം പ്രതാപിയും ഉന്നതനുമായ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവരെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന്. ഫഅലം അറബി മുൻസാഹി തങ്ങൾ പറയാം, നിങ്ങൾ അറിയണം, അർഷദനി അള്ളാഹു ഇയ്യാക ഇലാ മനാഹിജ തസ്ലീമി വ തസ്ദീഖ്. ഈ ഔലിയാക്കന്മാരെ വിശ്വസിക്കുന്നതിലും അവരെ സത്യപ്പെടുത്തുന്നതിലും അള്ളാഹു
എനിക്കും നിങ്ങൾക്കൊക്കെ നേരായ വഴിയിൽ മാർഗദർശനം നൽകട്ടെ. വഅദാകന ജമീഅൻ ഹലാവത്തൽ ഈമാൻ വ തഹ്ഖീഖ്, അതുപോലെ ഈമാനിൻ്റെയും സാക്ഷാത്കാരത്തിൻ്റെയും മാധുര്യം അള്ളാഹു നമ്മൾക്കൊക്കെ നൽകട്ടെ. എന്നിട്ട് അവർ പറയാണ്, അന്നൽ ഇൽമ, അറിവ്, യൻകസിമു, അത് നമുക്ക് അറിവിനെ നമുക്ക് വിഭജിക്കാം. ബിഹസബി മാ യജിബു അതിബാറോഹുന, ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു കണ്ടസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അറിവിനെ വിഭജിക്കാം. ഇലൽ കിസ്മൈൻ, 2 വിഭാഗങ്ങളായിട്ട്. ഇപ്പോൾ 2 വിഭാഗം അറിവുണ്ട്. അറിവ് പല വിഭാഗമായിട്ട് നമുക്ക് വേർതിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ ഔലിയാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 2 വിഭാഗം അറിവുണ്ട്. എന്താ? ഒന്ന് ഇൽമുൽ ലാഹിർ വ ഇൽമുൽ ബാത്തിൻ, രണ്ടാമത്തെ ഇൽമുൽ ബാത്തിൻ. 2 തരം അറിവുണ്ട്. ഒന്ന് ബാഹ്യമായ അറിവും 2 ആന്തരികമായ അറിവും. അമ്മ ഇൽമുൽ ലാഹിർ, എന്നാൽ ബാഹ്യമായ അറിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൽ മുറാദു ബിഹി ഇൽമു ശറഈയുൽ മുഫീദു, ഷറഈ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീഅത്തിൻ്റെ ഇൽമാണ്. അൽ മുഫീദു, അത് പഠിപ്പിക്കപ്പെടും. ലിമാ യൽജമുൽ മുതകല്ലഫ് ഫി അംരിദ്ദീൻ വ ഇബാദത്തി അംരിദ്ദീൻ ഇബാദത്തൻ വ മുആമലത്തൻ, ഒരു തക്ലീഫെത്തിയ പ്രായപൂർത്തിയെത്തിയ ഒരു മനുഷ്യന് എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെ ആളുകളുമായി ഇടപഴകണം എന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഒന്നാണ് ശറഈയായ ശരീഅത്തിൻ്റെ ഇൽമ് എന്ന് പറയുന്നത്. ബഹുവ യദൂർ വാല തഫ്സീർ വൽ ഹദീസ്, അത് ഹദീസിൻ്റെയും തഫ്സീറിനെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. വഉദ്ദ മിൻഹു നഹ്വു വൽ ലുഗ വ ഉസൂലുൽ ഫിഖ് വ നഹ്വിഹ, അതുപോലെ തന്നെ അതിൽ നഹ്വുണ്ട്, ഗ്രാമറുണ്ട്, അതുപോലെ ലുഗ ഭാഷ ഉണ്ട്, ഉസൂൽ ഫിഖിൻ്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കലുണ്ട്. ഇതൊക്കെ അതിൻ്റെ ആ വിജ്ഞാന ശാഖയിൽ പെടുന്നതാണ്. വഅലാ ഹുവ മുബയ്യന ഫീ കുതുബി അഹ്ലിൽ ഇൽം, ഇൽമിൻ്റെ ആളുകൾ ആ വിഷയത്തിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതിൽപ്പെടും. അപ്പോൾ ഇൽമ് 2 വിഭാഗമാണ്. ഒന്ന് ബാഹ്യമായ ഇൽമ്. ബാഹ്യമായ ഇൽമ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ഇൽമാണ്, നമ്മുടെ കർമ്മങ്ങളുമായി ബേസ് ചെയ്ത ഇൽമാണ്. അതിൽ നമ്മൾ ഫിഖ് പഠിക്കുന്നത്, ഭാഷ പഠിക്കുന്നത്, ഗ്രാമർ പഠിക്കുന്നത് ഒക്കെ അതിൽപ്പെടും. എന്നാൽ ഇൽമുൽ ബാത്തിൻ, രണ്ടാമത്തെ ഇൽമ് ബാത്തിനായ ഇൽമാണ്, ആന്തരികമായ ഇൽമ്. വഹുവനവാൻ, ആ ബാത്തിനായ ഇൽമിന് 2 വിഭാഗമുണ്ട്. ഒന്നാമത്തെ ഉസൂലുൽ ഇൽമി മുആമലത്തുൻ, അതിൽ ഒന്നാമത്തത് ഉസൂലുൽ ഇൽമി മുആമലത്തുൻ, ഇടപാടുകളുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള ഇൽമാണ്. അതായത് ഒന്ന് വിശദീകരിച്ച ഹഖീഖത്തു, അതിൻ്റെ യാഥാർത്ഥ്യം. അന്നദറു ഫീ തസ്ഫിയത്തുൽ ഖൽബ് വ തഹദീബിൻ നഫ്സ്, ആ ഇൽമ് നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കുന്നതിനെ പറ്റിയും അതുപോലെ നഫ്സിനെ മെരുക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഇൽമാണ്. ഇത്തിഖാഉൽ അഖ്ലാഖ് ദമീമ, മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി. അല്ലദീ ദമ്മഹ ശർഅ, ശരീഅത്ത് മോശമാണെന്ന് പറയുന്ന സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി. ഏതുപോലെ? കരിയാന്, ലോകമാന്യത്തെ പോലെ. ഉജുബിനെ പോലെ. ഹുബ് വൽ ഉലുവ് വസന വൽ ഫഖർ, അതുപോലെ വലിയ വലിയ ആളായി നടക്കാൻ ആഗ്രഹിക്കുക, പ്രകീർത്തിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അഭിമാനം നടിച്ച് നടക്കുക. ഇതുപോലെ ഉള്ള മോശപ്പെട്ട ഗുണങ്ങളുണ്ട്, അത് ഒഴിവാക്കലാണ്. തസിഫ ബി അഖ്ലാഖൽ ഹമീദ, അതുപോലെ തന്നെ നല്ല ഗുണങ്ങൾ സ്വായത്തമാക്കലുമാണ്. ഏതുപോലെ? കൽ ഇഖ്ലാസ് വ ശുക്ർ വ സബ്ർ വൽ സുഹദ് വ തഖ്വ വൽ ഖനാഅ, ഇഖ്ലാസ് ഉണ്ടാവുക, അതുപോലെ ശുക്ർ നന്ദി പ്രകടിപ്പിക്കുക, സബർ ക്ഷമ കാണിക്കുക, സുഹദ് ലൗകികമായ പരിത്യാഗം നടത്തുക, വ തഖ്വ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വ ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇതുപോലത്തെ ഗുണങ്ങളും ഉണ്ടാവലാണ്. ലിയുസ്ലഹു ഇന്ദ ഇഹ്കാമിഹി ദാലിക, അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ യോഗ്യനാവും. ലി അമലിഹി ബി ഇൽമി, അവൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവനെ പോലെ. ലി യരിസ മാ ലം യഅലം, അങ്ങനെ അവൻ ചെയ്താൽ അവന് അനന്തരമായി നൽകപ്പെടും അവൻ അറിയാത്ത കാര്യങ്ങൾ. ഫ ഇൽമുഹു ബിലാ അമലിൻ, കാരണം ഇൽമില്ലാത്ത, അമലില്ലാത്ത ഇൽമ് എന്ന് പറയുന്നത്, പ്രവർത്തനമില്ലാത്ത അറിവെന്ന് പറയുന്നത്, വസീലത്തുൻ ബിലാ ആയത്തൻ,
ഒരു ലക്ഷ്യമില്ലാത്ത മാർഗത്തെ പോലെയാണ്. വാക്സഹു ജിനായത്തുൻ, എന്നാൽ പിന്നെ ഇൽമില്ലാത്ത അമൽ എന്ന് പറയുന്നതോ അത് അപകടകരവുമാണ്. അത് കൂടുതലും നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റായി മാറുകയും ചെയ്യും. വൈത്തിഫാഖുഹുമ, അത് നമ്മൾ ഒരുമിച്ച് കൂട്ടിയാലോ, ബിലാവറൈൻ, സൂക്ഷ്മത ഒന്നുമില്ലാതെ അത് അങ്ങനെ ചെയ്താൽ കുൽഫത്തുൻ ബിലാ അജ്രിഹി, അത് നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. അഹമ്മൽ ഉമൂർ, അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജുഹുദുൻ വ ഇസ്തിഖാമ, ജുഹുദും ഇസ്തിഖാമത്തും ഉണ്ടാവലാണ്. ലിയൻതഫിഅ ബി ഇൽമിഹി വ അമലി, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഇൽമിലും അമലിലും നമുക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞത് 2 തരത്തിലുള്ള ഇൽമുണ്ട്. ബാഹ്യമായ ഇൽമ്, ആന്തരികമായ ഇൽമ്. ബാഹ്യമായ ഇൽമ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ഇൽമാണ്. ആന്തരികമായ ഇൽമ് 2 വിഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തത് നമ്മളെ കൽബ് ശുദ്ധീകരിക്കുന്ന, നഫ്സിനൊക്കെ റെഡിയാക്കുന്ന ഇൽമാണ്. ആ ഇൽമിൽ എന്താണ് പ്രധാനമായി ഉണ്ടാവുക? മോശപ്പെട്ട ഗുണങ്ങളിൽ നിന്നൊക്കെ ശുദ്ധിയാവണം. പിന്നെ ഹസദ്, റിയാ, പിന്നെ കിബർ പോലത്തെ അസുഖങ്ങളൊക്കെ പോയി നമ്മളെ ഹൃദയത്തിന് നല്ല ഗുണങ്ങൾ ഉണ്ടാവണം. ഇഖ്ലാസ്, ശുക്ർ, സ്വബർ, സുഹദ് പോലത്തെ നല്ല ഗുണങ്ങൾ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചവനെ പോലെ ആയിത്തീരും. അങ്ങനെ നമ്മൾ ചെയ്താൽ, അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്നു ഹദീസിലുണ്ടല്ലോ, അതിൻ്റെ ഒരു പിന്നെ ഗുണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഇതന്നെ നമ്മൾ എങ്ങനെ ചെയ്യണം? ഇത് നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്, പഠനമില്ലാത്ത പ്രവർത്തനമെന്ന് പറയുന്നത്, അറിവില്ലാത്ത അമലെന്ന് പറയുന്നത് അത് അമലിനെ നശിപ്പിച്ച് കളയുന്ന ഒന്നാണ്. അത് തെറ്റായി മാറും, അമൽ ചെയ്യുന്ന യഥാർത്ഥത്തിലാവില്ല. എന്നാൽ അമലില്ലാത്ത ഇൽമ് എന്ന് പറയുന്നതോ അതുകൊണ്ടും കാര്യമില്ല. കാരണം അത് ലക്ഷ്യമില്ലാതെ നമ്മൾ യാത്ര ചെയ്യുന്നതും പോലെയാണ്. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവണം? വറവും ഉണ്ടാവണം, സൂക്ഷ്മത ഉണ്ടാവണം. വെറുതെ ഒരുമിച്ച് കൂട്ടിയാൽ പോരാ. ഇൽമും അമലും നമ്മൾ ഒരുമിച്ച് കൂട്ടി, പക്ഷെ അതിലൊന്നും സൂക്ഷ്മത കൊണ്ടുവരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലൊന്നും പ്രതിഫലം കിട്ടില്ല. സൂക്ഷ്മത ഉണ്ടാവണം. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഈ ഒരു മേഖലയിൽ സുഹുദ് ഉണ്ടാവുക, ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ത്യജിക്കുകയും ഹൃദയത്തിൽ ദുനിയാവിനെ ഒഴിവാക്കുകയും നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇങ്ങനൊരു ബാത്തിനിയായ ഇൽമുണ്ട്. വഹാദ നൗൻ ഫർദുൻ ഐൻ, ഈ ഒരു ബാത്തിനിയായ ഇൽമ് എന്ന് പറയുന്നത് ഫർദ് ഐനായ എല്ലാവർക്കും വേണ്ടതാണ്. ഫി ഫത്വ ഉലമാ ഉൽ ആഖിറ, ആഖിറത്തിൻ്റെ ഉലമാക്കൾ അതിന് ഫത്വ നൽകിയിട്ടുണ്ട്. ഈ ഇൽമ എല്ലാവർക്കും വേണ്ട വിഷയമാണെന്നുള്ളത് ആഖിറത്തുൽ ഉലമാക്കളുടെ ഫത്വ ഉണ്ട്. വൽ മുഅ്രിദു അൻഹു, എന്നാൽ ഈ ഇൽമിൽ നിന്ന് മാറി നിൽക്കുന്നവൻ ഹാലിക്കുൻ, നശിച്ചവനാണ്. ബിശതവത്ത് മലിക്കുൽ മുലൂക്ക് ഫിൽ ആഖിറ, ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മലിക്കുൽ രാജനായ അള്ളാഹുവിൻ്റെ വിധിയിൽ അവന് നശിപ്പിക്കപ്പെടും. എന്തുകൊണ്ട്? അവൻ ഈ ഇൽമിലേക്ക് കടന്നില്ല. ഏത് ഇൽമ്? ഈ ഹൃദയശുദ്ധീകരണത്തിൻ്റെ നഫ്സിനെ മരിക്കുന്ന ഇൽമിലേക്ക് കടക്കാത്തതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. കമാ അന്നൽ മുഅ്രിദ് അനിൽ അമൽ ലാഹിറ, ഏതുപോലെ ബാഹ്യമായ ഇൽമിനെ ഒഴിവാക്കിയവൻ ഹാലിക്കുൻ ബി സൈഫി സലാത്തീന ദുനിയാവിൻ്റെ സുൽത്താൻ്റെ കയ്യിൽ നശിപ്പിക്കപ്പെടുന്ന പോലെ ബിഹുക്കുമി ഫത്വ ഫുഖഹാഹു ദുനിയാവിൻ്റെ ഫുഖഹാക്കളുടെ ഫത്വൻ്റെ മേലിൽ. അതായത് നമ്മളിപ്പോൾ ലാഹിറായ ഇൽമ്, ഇപ്പോൾ നമ്മൾ ബാഹ്യമായ കളവ് നടത്തുക, ഉപചരിക്കുക, പിന്നെ പലിശ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലോ എന്താ സംഭവിക്കുക? അവിടെ അത് പിടിക്കപ്പെട്ടാൽ പിന്നെ അവിടെ ഉലമാക്കൾ ഫത്വ നൽകും. അതിൻ്റെ പേരിൽ കട്ടവൻ്റെ കൈമുറിക്കുക, അങ്ങനെ തുടങ്ങി എറിഞ്ഞുകൊല്ലുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ സംഭവിക്കും. ഇതുപോലെ ഇത് ബാഹ്യമായ അമലുകൾക്ക് സംഭവിക്കുള്ളൂ. അതേസമയം നമുക്ക് റിയാ ഉണ്ടായി, ഉജുബ് ഉണ്ടായി, കിബറുണ്ടായി, ഹസദ് ഉണ്ടായി, ഇതൊക്കെ ബാഹ്യമായി ഇവിടുത്തെ രാജാവ് ശിക്ഷിക്കോ? ഒരിക്കലുമില്ല. എന്നാൽ ഇത് അള്ളാഹിൻ്റെ അടുക്ക് ശിക്ഷിക്കപ്പെടും, നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇവിടെ ഇനി അഥവാ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും പരലോകത്ത് ശിക്ഷിക്കപ്പെടും എന്ന കാരണം കൊണ്ട് ഈ രണ്ടാമത്തെ, അതായത് നമ്മളെ ഹൃദയശുദ്ധീകരണവും നഫ്സിനെ മരിക്കുകയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇൽമ് പഠിക്കൽ, ഇൽമിലായി ജീവിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. ഫർദ് ഐനാണ്. നമ്മൾ ശരീഅത്ത് മാത്രം മതിയാവില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ശരീഅത്ത് മാത്രം മതി, വേറൊന്നും വേണ്ട, ഹൃദയം ശുദ്ധീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നഫ്സിനെ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിസ്കരിക്കാൻ, നോമ്പോക്ക്, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, അത് മാത്രം മതി എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അത് മാത്രം പോരാ, അത് നമ്മൾ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചിട്ടാവണം ചെയ്യേണ്ടത്. ആ അമലുകൾക്കൊന്നും ഇഖ്ലാസ് ഇല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല.
അതിലൊക്കെ റിയാവിൻ്റെ മേലാണ് അത് ചെയ്തെങ്കിൽ, മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ ചെയ്തെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. അതിൽ അസൂയ ഉണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടില്ല. വാമൻ നൗസാനി. എന്നാൽ ചിലർ വിചാരിക്കുന്ന ഇത് മാത്രമേ തസവുഫിൻ്റെ ഇൽമുള്ളൂ എന്നാണ്. ചിലരൊക്കെ ചോദിക്കല്ലേ, എന്ത് മാരിഫത്ത്? തസവുഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയശുദ്ധീകരണം, നല്ല ക്വാളിറ്റി ഉണ്ടാവുക, മോശം ക്വാളിറ്റി ഒഴിവാക്കുക. ഇത് മാത്രമേ തസവുഫ് ഉള്ളൂ എന്ന് ആൾക്കാർ വിചാരം. ഹൃദയത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടാവുക, നല്ല സ്വഭാവങ്ങൾ മാത്രം ഉണ്ടാവുക, മോശം സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുക, കുറേ അമല് ചെയ്യുക, ഇത് മാത്രമേ തസവുഫ് ഉള്ളൂ എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. എന്നല്ല, തസവുഫിന് രണ്ടാമത്തെ ഒരു മാനുണ്ട്. അതാണ് അന്നൗസാനി. രണ്ടാമത്തെ ഈ ബാത്തിനായ ഇൽമിന് രണ്ടാമത്തെ ഒരു ഇൽമുണ്ട്. അതെന്താണ്? വഹുവ ഇൽമുൽ മുഖാശഫ. അത് മറകൾ നീക്കപ്പെടുന്ന ഒരു ഇൽമാണ്. വഹുവ നൂറുൻ. അതൊരു പ്രകാശാണ്. യദ്ഹറു ഫീ ഖൽബി. അത് ഹൃദയത്തിൽ വെളിവാവും. ഇന്ദ തസ്കിയത്തിൻ നഫ്സ്. നഫ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ. ഫതദ്ഹറു ഫീ മആനി മുജ്മലത്തു. അങ്ങനെ അവന് ദീനിൻ്റെ ആശയങ്ങളൊക്കെ മൊത്തത്തിൽ മനസ്സിലാവും. ആ മാരിഫത്തിലേക്ക് എത്തിച്ചേർന്നാൽ അള്ളാഹ് എന്താ, റസൂൽ എന്താ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ, ദീൻ എന്താ, ഈമാൻ എന്താ, ഇതൊക്കെ മൊത്തത്തിൽ അവനങ്ങനെ മനസ്സിലാവും. ഫതഹ്സുലു ലി സാഹിബിഹി അൽ മഅരിഫത്തു ബില്ലാഹ്. ആ ഒരു അവസ്ഥയിൽ അത് നേടിയെടുത്തൊരു വ്യക്തി എത്തിച്ചേരും അള്ളാഹുവിൻ്റെ മാരിഫത്ത്. എങ്ങനെയുള്ള മാരിഫത്ത്? ബി അസ്മാഇഹി വ സിഫാത്തിഹി. അള്ളാഹിൻ്റെ അസ്മാകളും സിഫാത്തുകളും ഒക്കെ മനസ്സിലാവും. വഖുതുബിഹി വ റസൂലി. അവൻ്റെ കിതാബും അവൻ്റെ കിതാബിനെക്കുറിച്ചും മുർസലീങ്ങളെക്കുറിച്ചും ഒക്കെ അവന് മനസ്സിലാവും. വതക്ഷിഫു ലഹു അസ്താറ അൻഹു മുഹബ്ബാത്തുൽ അസ്റാർ. അതുപോലെ തന്നെ നിധികളായി സൂക്ഷിക്കപ്പെട്ട രഹസ്യങ്ങളും അവൻ്റെ മുമ്പിൽ വെളിവാക്കപ്പെടും. ഫഫ്ഹം. അതുകൊണ്ട് ഇത് നന്നായിട്ട് നീ മനസ്സിലാക്കുക. വസല്ലിം തസ്ലം. അതുകൊണ്ട് നീ നന്നായിട്ട് മനസ്സിലാക്കുകയും അതിന് കീഴ്പ്പെടുകയും സുരക്ഷിതനാവുകയും ചെയ്യുക. അപ്പോൾ ഇൽമ്, ബാത്തിനായ ഇൽമിന് രണ്ടാമത്തെ വിഭാഗമുണ്ട്. ഈ രണ്ടാമത്തെ വിഭാഗത്തിന് പലരും മനസ്സിലാക്കലില്ല. തസവുഫ് എന്ന് പറഞ്ഞാൽ, സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്വഭാവം ഉണ്ടാവലും മോശം സ്വഭാവം മാറലും മാത്രമാണ് വിചാരിക്കുന്നത്. സൂഫിസം എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധീകരണം മാത്രമാണ് വിചാരിക്കുന്നത്. അല്ല, അതെൻ്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം മാരിഫത്ത് എന്ന് പറഞ്ഞ വേറെ സംഭവമുണ്ട്. അള്ളാഹിനെ അറിയൽ, വിശ്വാസങ്ങൾ അറിയൽ, ദീനിനെ മനസ്സിലാക്കൽ, അവൻ്റെ കിതാബുകളെക്കുറിച്ചും അവൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയൽ, അവിടെ രഹസ്യങ്ങളുടെ മാരിഫത്തിൻ്റെയും വാതിലുകൾ അവൻ തുറന്നു കിട്ടൽ, ഫത്ഹ് ഉണ്ടാവൽ, ഇതൊക്കെ അതിൽപ്പെട്ട ഒരു ഭാഗമാണ്. ചിലർ ഇത് മാത്രമാണ് തസവുഫ് എന്ന് വിചാരിക്കും. അതും ശരിയല്ല. ഒരാൾ അള്ളാഹിനെ അറിയലും ഫത്ഹാവലും ഇത് മാത്രമേ തസവുഫുള്ളൂ എന്ന് വിചാരിക്കും. അതല്ല, അതിൽപ്പെട്ട തന്നെയാണ് നമ്മൾ നഫ്സിനെ ശുദ്ധീകരിക്കലും ഹൃദയത്തിന് നല്ല ക്വാളിറ്റി കൊണ്ടുവരലും മോശപ്പെട്ട ഗുണങ്ങൾ ഒഴിവാക്കലും നല്ല ഗുണങ്ങൾ സ്വായത്തമാക്കലും ഒക്കെ അതിൽപ്പെട്ട തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറിപ്പിൽ കാണാം, സത്യവിശ്വാസികളുടെ ഉൾക്കാഴ്ച നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അവൻ അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ടാണ് നോക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിലേക്കുള്ള സൂചന ഇതിലുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഫിറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അള്ളാഹുവിലൂടെയാണ് നോക്കുന്നത് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം അവരും ആരിഫീങ്ങളാണ് എന്ന ഒരു സൂചന അത് ഹദീസിലുണ്ട്. തുടർന്ന് അവിടുന്ന് പാരായണം ചെയ്തു, തീർച്ചയായും അള്ളാഹു അതിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. സുനൻ തിർമിദി, ഇത് തിർമിദിയുള്ള ഹദീസാണ്. അല്ലാമ ഇബ്നു അംബൂജ ശങ്കീത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ജയ്ഷ് എന്ന കിതാബിൽ ഇബ്നു അതാഇല്ല റളിയല്ലാഹു അൻഹു തങ്ങളുടെ ലതായിഫുൽ മിനൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, സത്യവിശ്വാസിയുടെ ഉൾക്കാഴ്ചയെ നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അവൻ അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ടാണ് നോക്കുന്നത് എന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട് അള്ളാഹുവിൻ്റെ അദൃശ്യങ്ങളിൽ നിന്നും ഒരു കാര്യം അടിമക്ക് വെളിപ്പെടുന്നത് ഒട്ടും അത്ഭുതകരമായ കാര്യമല്ല. അവൻ കാണുന്ന അവൻ്റെ കണ്ണായി ഞാൻ മാറുമെന്ന് അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ പൊരുളും ഇത് തന്നെയാണ്. ഖുദ്സി ഹദീസിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ കാണുന്ന കണ്ണ് ഞാനാവും, അവൻ പിടിക്കുന്ന കൈ ഞാനാവും, അവൻ ചലിക്കുന്ന കാല് ഞാനാവും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ മാരിഫത്തിലേക്ക് അവൻ എത്തിച്ചേർന്നതാണ്. അപ്പോൾ ആരുടെ കണ്ണായി അള്ളാഹു മാറിയോ അവൻ അദൃശ്യ കാര്യങ്ങൾ വെളിപ്പെടുന്നു എന്നത് ഒട്ടും അത്ഭുതകരമായ കാര്യമല്ല. ചില ആരിഫീങ്ങൾ പറഞ്ഞു, താൻ തൃപ്തിപ്പെട്ട റസൂലിനൊഴികെ എന്ന അള്ളാഹുവിൻ്റെ വചനം അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു തങ്ങൾ നൽകിയത് റസൂലോ സിദ്ദീഖോ വലിയോ ഒഴികെ എന്ന വ്യാഖ്യാനാണ്. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു തങ്ങൾ താൻ തൃപ്തിപ്പെട്ട റസൂൽ ഒഴികെ എന്ന ആയത്തിന് ആ റസൂൽ ഒഴികെ എന്നുള്ളതിന്
റസൂൽ എന്ന് പറഞ്ഞാൽ അവിടെ റസൂലും സിദ്ദീഖും വലിയും ഒക്കെ ഉൾപ്പെട്ടു എന്നാണ് പറഞ്ഞതിൻ്റെ അതിൻ്റെ അർത്ഥം. ഇതിൽ ഖുർആൻ വചനത്തിൻ്റെ മേൽ യാതൊരു കൂട്ടിച്ചേർക്കലുമില്ല. കാരണം മന്ത്രി ഇല്ലാതെ എൻ്റെ അടുത്തേക്ക് പ്രവേശിക്കരുത് എന്നൊരു ഭരണാധികാരി പറഞ്ഞാൽ മന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന് അനുചരന്മാർ പ്രവേശിക്കുന്നതിന് അത് തടസ്സമല്ല. അതുപോലെ തന്നെ ഒരു വലിയന് അള്ളാഹു അദൃശ്യ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ അത് നുബൂവത്തിൻ്റെ മഹത്വത്തിൽ ഉൾക്കൊണ്ടത് തന്നെയാണ്. നബിയെ സത്യസന്ധമായി പിൻപറ്റിയത് കൊണ്ടുമാണ്, അല്ലാതെ അവൻ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതല്ല. മറിച്ച് താൻ പിൻപറ്റുന്ന നബിയുടെ പ്രകാശം കൊണ്ടാണ് അവനത് കണ്ടത്. അപ്പോൾ ഒരു വലിയും മാരിഫത്തിൽ എത്തിച്ചേർന്നത്, ഒരു വലിയനും ആത്മീയമായ ഉൾക്കാഴ്ച ഉണ്ടാവുന്നത് അവൻ സ്വന്തം ഉണ്ടാകുന്നതെന്നല്ല, അവൻ നബിനെ പിന്തുടർന്നുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ആളുകൾ പറയണം വലാ തക്കും മിനൽ മുൻകിരീന ഫതഹ്ലിക മാൽ ഹാലിക്കീൻ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടം ഔലിയാക്കന്മാരുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഫതഹ് എത്തിച്ച മാരിഫത്തിലേക്കും ആത്മീയമായ രഹസ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ സാധിച്ച ആളുകളെ വലാ തക്കും മിനൽ മുൻകിരീൻ, അവരെ നിഷേധിക്കുന്ന ആൾക്കാർ നീ കൂടരുത്. ഫതഹ്ലിക മാൽ ഹാലിക്കീൻ, അങ്ങനെ നീ ചെയ്താൽ നീ നശിച്ചു പോയവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകും. അപ്പം നീ പറയാണ് തസവുഫ് എന്ന് പറഞ്ഞാൽ വെറും ആത്മീയ ഹൃദയശുദ്ധീകരണം മാത്രമാണ്, മോശം സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കലാണ്, നല്ല സ്വഭാവം നേടിയെടുക്കൽ മാത്രമാണ്, അമലുകളുടെ സൂക്ഷ്മത പുലർത്തൽ മാത്രമാണ്, വേറെ ഒന്നല്ല. അങ്ങനെ അള്ളാഹിനെ അറിയലും വിശ്വാസങ്ങൾ അറിയലും ആത്മീയമായ രഹസ്യങ്ങളോട് യാത്ര ചെയ്യലും ഇതൊന്നും അതിലില്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്താലും ആ കാര്യം കൊണ്ട്, ആ പറച്ചിൽ കൊണ്ട് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ ഇൻകാർ ചെയ്ത ആരിഫീങ്ങളെ എതിർത്ത ആളുകളിൽ നീ പെട്ടുപോകും. അങ്ങനെ നീ നശിച്ചു പോകും, അത് നീ പെട്ടുപോകരുതെന്ന് പറയാണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം, പ്രശസ്ത പണ്ഡിതനായ ശൈദി ഇബ്രാഹിം റയ്യാഹിയ തൂനിസി റളിയല്ലാഹു അൻഹു തരീഖത്തിലെ ചില സഹോദരങ്ങൾക്ക് അയച്ച ഒരു കത്തിൽ പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നു, സന്മാർഗം തേടുന്നവനെ താങ്കൾ അറിയുക, ഉപദേശം സ്വീകരിക്കാനും സത്യം ഗ്രഹിക്കാനും താങ്കൾക്ക് അർഹതയുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പദവികളും അവരുടെ ആത്മീയ അവസ്ഥകളും ഒരിക്കലും പരിമിതപ്പെടുത്താൻ കഴിയുന്നതല്ല. നിങ്ങൾക്കിങ്ങനെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ഇത്രയേ ഉണ്ടാവൂ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതല്ല, അതിൻ്റെ പദവി ഇത്രയേ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുന്നതല്ല. അവ ബുദ്ധിക്ക് അളവുകോൽ കൊണ്ട് ഒതുങ്ങുന്നതുമല്ല. അവയൊന്നും ഒരു ത്രാസിലും തൂക്കാനോ ഒരു അളവ് പാത്രത്തിലും അളക്കാനോ സാധിക്കുന്നതല്ല. നിനക്ക് നിന്റെ ബുദ്ധിൻ്റെ ചിന്ത വെച്ചിട്ട് അളന്ന് നോക്കിയിട്ട് ത്രാസിലൊക്കെ തൂക്കി അളവ് പാത്രത്തിൽ അളക്കാൻ പറ്റുന്ന ഒന്നല്ല അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ പദവികൾ. സൗഭാഗ്യം സിദ്ധിച്ച ഒരു സത്യവിശ്വാസിക്ക് അവർ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും പൂർണ്ണമായ കീഴൊതുങ്ങാൻ മാത്രമാണ് കരണീയമായിട്ടുള്ളത്. അപ്പോൾ ഒരു മുഅ്മിനിന് ഏറ്റവും നല്ലതെന്താ, ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞൊക്കെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റണമെന്ന് നീ വിചാരിക്കേണ്ട, പറയണത് നേരെ അനുസരിക്കാം. വേറെ ഒന്നും ഏറ്റവും നല്ല കാര്യം അതാ. പറയുന്ന എന്ത് കാര്യമാണ് പറയണം അപ്പോൾ തന്നെ അനുസരിക്കുക, അത് മാത്രമാണ് അവന് ഏറ്റവും നല്ല കാര്യം. ഒരു വലിയന് മറ്റൊരു വലിയനോട് താരതമ്യം ചെയ്യാനും പാടില്ല. ഒരു വലിയ ഇങ്ങനെയായിരുന്നു അതുപോലെ ആവണം വേറെ വലിയ, അങ്ങനെ വിചാരിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ വ്യത്യസ്തമായിരുന്നത് പോലെ അവരുടെ ആത്മീയ സ്രോതസ്സുകളും വ്യത്യസ്തമാണ്. നമ്മളിത് കഴിഞ്ഞ ദിവസം തഫ്സീൽ വിശദീകരിച്ചിരുന്നു. അള്ളാഹിൻ്റെ അസ്മാകളുടെ തജല്ലിയാണ് അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാർ. അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരിൽ നിന്ന് വരുന്നവരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ. അപ്പോൾ അടിസ്ഥാനപരമായി അസ്മാകളുടെ തജല്ലി തന്നെയാണ് ഔലിയാക്കന്മാരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹിൻ്റെ അസ്മാകൾ എണ്ണമറ്റതായ പോലെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ എണ്ണമറ്റതാണ്. അപ്പോൾ ഓരോ വലിയനും വ്യത്യസ്തമായ തജല്ലിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമത്തിൽ നിന്നും പാനം ചെയ്ത ഒരു വലിയ, അൽ മുൻതഖിം അത് ശിക്ഷിക്കുന്നവൻ എന്ന നാമത്തിൽ നിന്നും പാനം ചെയ്ത വലിയൻ്റെ അവസ്ഥ അംഗീകരിക്കാത്തതായി നിനക്ക് കാണാൻ കഴിയും. അപ്പോൾ റഹ്മാൻ എന്നുള്ളൊരു അള്ളാഹിൻ്റെ റഹ്മാൻ എന്നുള്ള ആ ഇസ്മിൻ്റെ തജല്ലിയിൽ ജീവിക്കുന്ന ഔലിയാക്കന്മാരുണ്ടോ, അവരെല്ലാത്തിനോടും കാരുണ്യം കാണിച്ച് എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്ത് എല്ലാത്തിനോടും വിശാല മനസ്കത കാണിച്ച് നടക്കുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ കാണാൻ പറ്റുക. അപ്പോൾ അതുപോലെ ആവണം എല്ലാ ഔലിയാക്കന്മാരും നിങ്ങൾ വിചാരിക്കരുത്. ഒരാൾ അങ്ങനെ ആയിരിക്കും, എന്നാൽ വേറെ വലിയ അൽ മുൻതഖിം അതായത് ശിക്ഷിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ആ ഇസ്മിൻ്റെ തജല്ലി അനുഭവിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ശിക്ഷിക്കുന്നവൻ എന്നുള്ള ഇസ്മിൻ്റെ തജല്ലി അനുഭവിക്കുന്ന വലിയാണെങ്കിൽ ആ വലിയ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. ചിലപ്പം ചെറിയ കാര്യങ്ങൾക്കൊക്കെ ശിക്ഷിക്കുന്നുണ്ടാവും, ചിലപ്പം ദേഷ്യം വെക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ വലിയൻ്റെ അടുത്ത് കാണാം. അപ്പോൾ എന്താണ് ഈ ദേഷ്യം പിടിക്കുന്ന വലിയ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കണ്ട. കാരണം മറ്റേ വലിയ വേറെ ഇസ്മെന്നാണ് കുടിക്കുന്നത്, ഈ വലിയ വേറെ ഇസ്മെന്നാണ് കുടിക്കുന്നത്. രണ്ടുപേരും വ്യത്യസ്തരാണ്. അതുപോലെ അൽ ഹലീം സഹിഷ്ണുതയുള്ളവൻ എന്ന നാമത്തിൽ നിന്ന് പാനം ചെയ്യുന്നവൻ
അൽ ഖഹാർ സർവാധികാരി എന്ന നാമത്തിൽ നിന്ന് പാനം ചെയ്യുന്നവനെ അംഗീകരിക്കാതിരിക്കുന്നതും കാണാം. അപ്പോൾ ചിലപ്പോൾ ഒരു വലിയ ഹലീം എല്ലാം ഉൾക്കും നല്ല സഹിഷ്ണുതല്ല, എന്ത് മൂപ്പരോട് ചെയ്താലും കുഴപ്പമില്ല, സാരമില്ല, എല്ലാം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയായിരിക്കും. ചിലവരാണെങ്കിലും അങ്ങനെ ആവില്ല, എന്ത് വന്നാലും ഉടൻ ശിക്ഷിക്കുന്ന, ഉടൻ അവർക്ക് കുരുത്തക്കേട് കിട്ടുന്ന രൂപത്തിൽ ഔലിയാക്കന്മാരെയും കാണാൻ പറ്റും. അപ്പോൾ ഈ ഹലീം എന്നുള്ള ഇസ്മിൽ നിന്ന് പാനം ചെയ്ത ഔലിയാക്കന്മാരെ പോലെയാണ് മറ്റേന്ന് നിങ്ങൾ വിചാരിക്കരുത്. രണ്ടും ഓപ്പോസിറ്റ് ഉണ്ടാവാം. ഇവരെ എല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ തന്നെയാണ്. ഈ യാഥാർത്ഥ്യം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഒരാൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അവനെ എതിർക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും അദ്ദേഹം ശരീഅത്തനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ. ഇനി അദ്ദേഹം കൊണ്ടുവന്ന കാര്യം എതിർക്കുന്നവൻ്റെ അറിവിന് വിരുദ്ധമാണെങ്കിൽ പോലും എതിർക്കരുത്. അപ്പം നിങ്ങളെ അറിവിനനുസരിച്ച്, നിങ്ങളെ അറിവിൻ്റെ ഓപ്പോസിറ്റായി ശരി ആ ഒരു വലിയ പറയുന്നെങ്കിലും എതിർക്കാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല. ഈ ശരീരത്തിൻ്റെ മുഴുവൻ ത്രാസും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉൾക്കാഴ്ചയുള്ള ഒരാൾക്ക് മാത്രമേ എതിർപ്പ് പ്രകടിപ്പിക്കാൻ അർഹതയുള്ളൂ. ശരീരത്ത് മുഴുവൻ മനസ്സിലാക്കിയ ഒരാൾക്കാണെങ്കിൽ എതിർക്കാൻ അർഹതയുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി തനിക്കറിയാവുന്നതിന് വിരുദ്ധമായ വല്ലതും ആ വലിയിൽ നിന്ന് കണ്ടാൽ പോലും തനിക്കറിയാത്തൊരു കാര്യം കൊണ്ടുവന്നതിൻ്റെ പേരിൽ ആ വലിയനെ എതിർക്കാൻ പാടില്ല. അപ്പോൾ ശരീരത്തിൻ്റെ മൊത്തം കാര്യങ്ങളിൽ ഉൾക്കാഴ്ചയുള്ള ഒരു പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിനുമാണെങ്കിൽ ഒരു വലിയനെ എതിർക്കാം. പക്ഷെ ആ എതിർപ്പും ഈ വലിയ പറഞ്ഞ കാര്യം എനിക്കറിയില്ല എന്നുള്ള പറഞ്ഞ രൂപത്തിലാവരുത്. മൂപ്പര് പലതും അറിയില്ല, എനിക്കറിയാത്ത പറഞ്ഞു തരാം. നിനക്ക് അറിയില്ല എന്നുള്ള പേരിൽ എതിർക്കരുത്. നിന്റെ ശരീരത്തിന് എതിരാണെന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ എതിർക്കാം. നിനക്ക് അറിയില്ല എന്നുള്ള വിഷയത്തിൽ എതിർക്കരുത്. കാരണം ഹഖീഖത്ത് എന്നത് തീരമില്ലാത്ത ഒരു കടലാണ്. ശരീഅത്താകട്ടെ അടിത്തട്ടില്ലാതെ വലിയൊരു സമുദ്രവും. അപ്പോൾ ശരീഅത്തിന്റെ ഹഖീഖത്തിന്റെ മാരിഫത്തിന്റെ ലോകത്ത് ഈ പണ്ഡിതൻ അറിയാത്ത പല കാര്യങ്ങളും ആ വലിയ പറയുന്നു എന്നുള്ള കാരണം കൊണ്ട് ആ വലിയനെ ഈ പണ്ഡിതനെ എതിർക്കാൻ പറ്റൂല. കാരണം ഇദ്ദേഹത്തിന് അറിയാത്ത പലതും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ശൈവകൾ പറയണം വഹാദ നൗ ഹുവല്ലദി ഖാല, ഈ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഫീ ബഅദിൽ ആരിഫീങ്ങൾ പറഞ്ഞത് മൻ ലം യകുൻ ലഹു നസീബുൻ മിൻ ഹാദൽ ഇൽം, ഈ അറിവിൽ നിന്നൊരു ഓഹരി ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അക്ഷ, നമ്മൾ പേടിക്കുന്നുണ്ട്, അലൈഹി സൂഉൽ ഖാത്തിമ, അവർക്ക് മോശപ്പെട്ട മരണമുണ്ടാവും നമ്മൾ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറിവിൽ നിന്ന് ഒരു ഓഹരി ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് മോശപ്പെട്ട മരണം ഉണ്ടാവും നമ്മൾ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഈ അറിവ് ഏതാണ്? അത് ഹൃദയം ശുദ്ധിയാക്കുന്ന അറിവല്ല, അത് അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ ഹഖീഖത്തിൻ്റെ ഒക്കെ അറിവാണ്. ആ ഒരു അറിവ് കിട്ടാതിരിക്കുന്നവർക്ക് മോശം മരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ ഓഹരി ഏറ്റവും ചെറുതെന്താവുക അദ്നാ നസീബുമിൻ. അപ്പോൾ ഇതിൻ്റെ ഓഹരി കിട്ടണമെന്ന് പറഞ്ഞല്ലോ, ആ ഓഹരിയിൽ ഏറ്റവും ചെറുത് തസ്ദീഖു ബിഹി, അതിൽ വിശ്വസിക്കലാണ്. തസ്ലീമുഹു ലിഅഹ്ലി, അതിൻ്റെ ആളുകൾക്ക് അത് അനുഭവിച്ചു കൊടുക്കലാണ്. അപ്പം നമുക്കറിയില്ല എന്ന് കരുതിയിട്ട് നമ്മളത് വിശ്വസിക്കാതിരിക്കരുത്. ഉദാഹരണത്തിന് ഈ ഹഖീഖത്തിൻ്റെയും മാരിഫത്തിൻ്റെയും ഒക്കെ ലോകം ഉണ്ട്, അതൊക്കെ ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കലും അത് അവർക്ക് അനുവദിച്ചു കൊടുക്കലുമാണ്. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ ആ ഓഹരിയിൽ കുറച്ച് കിട്ടിയവരെ പോലെയായി നമ്മൾ. അങ്ങനെയാണെങ്കിൽ മോശം ഭരണം ഉണ്ടാവില്ല. പക്ഷെ അതിന് നേരെ വിരുദ്ധം നമ്മൾ ചെയ്താലോ, അങ്ങനൊന്നുമില്ല, ആരിഫീങ്ങളൊന്നുമില്ല, ഫത്ഹില്ല, മാരിഫത്തില്ല, ഇതിലൊന്നുമില്ല, അള്ളാഹിൻ്റെ അസ്മാ സിഫാത്തുകൾ അറിയലൊന്നുമില്ല, അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന് മോശം മരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനാകത്തുക മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. ഒന്ന്, അറിവ് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ബാഹ്യമായ അറിവ്, രണ്ട് ആന്തരികമായ അറിവ്. ആന്തരികമായ അറിവ് അതിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ നഫ്സിനെ മരിക്കുന്ന അറിവാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെയും അള്ളാഹുവിൻ്റെ മറകൾ നീക്കപ്പെടുന്നതിൻ്റെ അറിവാണ്. ഈ രണ്ട് ആന്തരികമായ അറിവുകളും തസവുഫിൻ്റെ അറിവിൽപ്പെട്ടതാണ്. അതിൽ ഒന്നിനെ അംഗീകരിച്ച് ഒന്നിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ നാശം വന്നു പോകും. രണ്ടും ഉള്ളതാണ്, രണ്ടിനെയും നമ്മൾ അംഗീകരിക്കണം. ഇതിൻ്റെ ഒരു കുറിപ്പ് കാണാം. അല്ലാമ സയ്യിദി ഇദ്രീസ് അൽ ഇറാഖി റളിയല്ലാഹു അൻഹു അൽ യവാഖത്തുൽ ഇർഫാനിയ എന്ന ഗ്രന്ഥത്തിൽ 20 ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നു. കശ്ഫുൽ ഖിനാ എന്ന ഗ്രന്ഥത്തിൽ സയ്യിദി അലി ഹവാസ് റളിയല്ലാഹു അൻഹു വാക്കുകളിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചു, മഹാന്മാരുടെ വാക്കുകളെ ഏറ്റവും നല്ല അർത്ഥത്തിൽ ഉൾക്കൊള്ളുക എന്നത് ഒരു സൂഫിയുടെ പൂർണ്ണതയുടെ ലക്ഷണമാണ്. കാരണം അവൻ വഞ്ചനയുടെയും മാനസികമായ ദുർബലതയുടെയും പദവിയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കടത്ത ഈ ഔലിയാക്കന്മാര് വഞ്ചനയുടെയും മാനസികമായ ദുർബലതയുടെയും പദവിയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കടന്നവരാണ്. ഇനി അവർ പറഞ്ഞ ഒരു വാക്കിനോ ചെയ്ത ഒരു പ്രവൃത്തിക്കോ തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ അവന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ
അവൻ അവർക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുകയും അവരെ നിഷേധിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യട്ടെ. കാരണം അവരുടെ ആത്മീയമായ തലങ്ങളും ലക്ഷ്യങ്ങളും നമ്മളെപ്പോലുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അത്രമേൽ സൂക്ഷ്മമാണ്. ഇപ്പം മഹാന്മാരുടെ വാക്കുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിൽ അതിനെ വിമർശിക്കുന്നതും നിഷേധിക്കുന്നതൊക്കെ നമ്മൾ എന്തായാലും ഒഴിവാക്കണം. ഏറ്റവും നല്ല രീതി നമ്മൾ അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കലാണ്, അവരനുസരിക്കലാണ്. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും, ഇനി അതിനു മുമ്പ് പറ്റിയിട്ടില്ലെങ്കിലോ നമ്മൾ വിമർശിക്കാതിരിക്കെങ്കിലും ചെയ്യാം. അവരൊരിക്കലും വിമർശിക്കരുത് എന്ന് പറയാം. സുമ്മ ഇന്നൽ ഇൽമൽ ബാത്തിന് പിന്നെ ഈ ബാത്തിനിയായ ഇൽമുണ്ടല്ലോ, ഈ രണ്ട് വിഭാഗം ബാത്തിനിയായ ഇൽമും, അതായത് ഹൃദയത്തിന് ശുദ്ധീകരിക്കുന്ന ഇൽമും മാരിഫത്തിന്റെ ഇൽമും രണ്ടും ആയത്തുൽ അമലു ബി ഇൽമു ലാഹിർ. എന്നാൽ ഇത് രണ്ടും ബാഹ്യമായ ഇൽമു കൊണ്ട് നേടിയെടുക്കുന്ന അങ്ങേയറ്റത്തെ അവസ്ഥകളാണ്. വജുബ്ദുഹു, ആ ബാഹ്യമായ ഇൽമിന്റെ സത്തയാണത്. നതീജതുഹുൽ മഖ്സൂദതു മിൻഹു വസമറുഹു. അതുപോലെ തന്നെ ഈ ബാഹ്യമായ ഇൽമു കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന ലക്ഷ്യവും അതുപോലെ അതിന്റെ ഫലവും ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ബാഹ്യമായ ഇൽമു ഒന്ന് വേറെ, ആന്തരികമായ ഇൽമൊന്ന് വേറെ, അങ്ങനെയല്ല. ഈ ബാഹ്യമായ ഇൽമു കൊണ്ട് ഇൽമിന്റെ സത്തയാണ് ഈ ആന്തരികമായ ഇൽമു, ഹൃദയം ശുദ്ധീകരിക്കുന്ന ഇൽമും മാരിഫത്തിന്റെ ഇൽമും ഒക്കെ. അതുപോലെ തന്നെ ബാഹ്യമായ ഇൽമു കൊണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്താൽ നമ്മൾ എത്തിച്ചേരുന്ന ഇടവും ഈ ബാഹ്യമായ ഇൽമിന്റെ ഫലവും അതിന്റെ ഫ്രൂട്ടും ഒക്കെ ഈ ഇൽമാണ്. ദാലിക്കാം അന്നൽ അബ്ദ് ഇദാ അമില ബിശരിയ. അതെന്താന്ന് പറഞ്ഞാൽ അന്നൽ അബ്ദ് അടിമ ഇദാ അമില ബിശരിയ, ശരീഅത്ത് കൊണ്ട് അമൽ ചെയ്യുന്നു. വഖഫ ഇൻദ ഹുദൂദിഹ മർസൂമ, അതിന്റെ അറിയപ്പെട്ട പരിധികളൊക്കെ അവൻ പാലിക്കുന്നു. ബി മുഹാഫദത്തി അലാ ശുറൂത്തിഹിൽ മശ്റൂത, അതുപോലെ തന്നെ അതിന്റെ നിബന്ധനകളൊക്കെ അവൻ ഉൾക്കൊള്ളുന്നു. ആദാബിഹിൽ മഅലൂമ, അവൻ അറിയുന്ന അദബുകളൊക്കെ പാലിക്കുകയും ചെയ്യുന്നു. എസ്തദയോ കൽബഹു, അങ്ങനെ ചെയ്താൽ അവന്റെ ഹൃദയം പ്രകാശിപ്പിക്കപ്പെടും. ലാ മഹാലത്തൻ, അതിൽ സംശയമില്ല, നിർബന്ധമായി അത് പ്രകാശിപ്പിക്കപ്പെടും. മിൻ ഫദ്ലില്ലാഹി തആല, അള്ളാഹിന്റെ ഫദ്ൽ കൊണ്ട്. ബി അൻവാരിൽ ഈമാൻ, ഈമാനിന്റെ പ്രകാശം കൊണ്ട്. യൻഖദിഹു ലഹു ഫിൽ ബാത്തിൻ, അങ്ങനെ അവന്റെ ഉള്ളിൽ നിന്ന് പിന്നെ നീരുറവ പൊട്ടിപ്പുറപ്പെടും. മാലാ യുകയ്യിഫ്, അത് വിവരിക്കാൻ പറ്റുപോലും ചെയ്യൂല, അത്രയും വിവരണാതീതമായ രൂപത്തിൽ അത് പൊട്ടിപ്പുറപ്പെടും. പിന്നെ അറാബിൽ ഉലൂമുൽ വൽ അദബ്, അറിവുകളുടെ അദബുകളുടെയൊക്കെ മേഖലയിൽ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന, നമുക്ക് അത്ഭുതകരമായ പല കാര്യങ്ങളും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടും. വാജായിബിൽ അസ്റാറിൽ ഹഖായിഖ് വൽ ഇഫാൻ, മാരിഫത്തിന്റെ ഹഖീഖത്തിന്റെ രഹസ്യങ്ങളിൽ നിന്നുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ അതിൽ നിന്ന് പുറപ്പെടും. യത്തലുഹു മിൻ ഉലൂമു ശരിയ വ ആദാബിഹ, അങ്ങനെ ശരീഅത്തിന്റെയും അതിന്റെ അദബുകളുടെയും അറിവുകൾ അവന് കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങും. അലാമാലാ യുഹീതു ബിഹിൽ അഫ്കാർ, ബുദ്ധികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. വസ്തഹ്ഖീഖു മിൻ മആരിഫൽ ഇലാഹിയ, അതുപോലെ തന്നെ ഇലാഹിയ മാരിഫത്ത് അവന് ഉൾക്കൊള്ളാൻ പറ്റും. വഅസ്റാർ റബ്ബാനിയ രഹസ്യങ്ങൾ അവന് മനസ്സിലാവും. ബിമാ യുഹയ്യിറു അദ്ഹനു നുദാർ, ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്ത്. ഹഖീഖത്തു ആലിമു ബി ഇൽമിൽ ബാത്തിൻ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറഞ്ഞാല്, ഒരാൾക്ക് ബാത്തിനിയായ ഇൽമ ലഭിക്കുക എന്ന് പറഞ്ഞാല് വെറും ബാത്തിനും വേറൊരു ബാത്തിനിയായ ലോകത്തോട്ട് പോകലല്ല. അപ്പൊ ശരീഅത്തിന്റെ ഇൽമിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത ഒരു മനുഷ്യന് പിന്നെ അതിൽ സൂക്ഷ്മത കൊണ്ടുവരികയും അതിന്റെ പരിധികളൊക്കെ പാലിക്കുകയും അതിൽ നിരന്തരം പരിശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ പെട്ടതാണ് ഒരു മുറബിയായ ശൈഖിനെ സ്വീകരിക്കൽ, ത്വരീഖത്ത് സ്വീകരിക്കൽ, ദിക്ർ കൊണ്ടെടുക്കൽ, ഇബാദത്ത് വർദ്ധിപ്പിക്കൽ ഒക്കെ അതിൽ പെട്ടതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈമാനിന്റെ പ്രകാശം വരാൻ തുടങ്ങും. അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ മാരിഫത്തിന്റെയും ഹഖീഖത്തിന്റെയും പിന്നെ അസ്റാറുകളുടെയും ഒക്കെ രഹസ്യങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഇത് നമുക്ക് ബുദ്ധികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇത് ശരീഅത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്, അല്ലാതെ ശരീഅത്തൊന്ന് ബാത്തിനിയ ഇൽമു വേറൊന്ന് അങ്ങനെയല്ല. ഹഖീഖത്തുൽ ആലിമു ബി ഇൽമിൽ ബാത്തിൻ, ബാത്തിനിയ ഇൽമു, ആന്തരികമായ ഇൽമിന്റെ ആലിമ്, അവന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മാ അഷാറ ഇലൈഹി ഷെയ്ഖ് ആരിഫ് ബില്ലാ സയ്യിദി അബ്ദുൽ വഹാബ് ഷഅറാനി, അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ സൂചന നൽകിയതാണ്. ഫി കിതാബി അൽ യവാഖത്തുൽ ജവാഹിർ, യവാഖത്തുൽ ജവാഹിർ എന്ന കിതാബിൽ
ബഹുമാനപ്പെട്ടവർ സൂചന നൽകിയ ഒന്നാണ് ബാത്തിനിയായ ഇൽമു ഉള്ള ആലിമ് എന്ന് പറഞ്ഞത്. വനസുഹൂഫിയും മുബഹാസ് സാമിന്യ വാർബ 48ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. എന്താണത്? ഒരു ബാത്തിനിയായ ഇൽമുള്ള ആലിമാരാ ഏലം നിങ്ങൾ അറിയണം. അന്ന ഹഖീഖത്ത് സൂഫി യഥാർത്ഥത്തിലുള്ള സൂഫി ഫഹുവ ഫഖീഹുൻ ലാ ഗൈറ. അദ്ദേഹം ഫഖീഹനാണ്. ഫഖീഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയുന്നത് ബാഹ്യമായ ഇൽമ തന്നെയാണ്. പക്ഷേ അള്ളാഹു അവർക്ക് അദ്ദേഹത്തിന് അനന്തരാവകാശമായി കൊടുത്തു ഇത്തിലാ അലാ ദഖായിഖ് ശരീഅത്തിന്റെ സൂക്ഷ്മതമായ കാര്യങ്ങളിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച കൊടുത്തു. ശരീഅത്തിലുള്ള പണ്ഡിതൻ തന്നെയാണ് ശരിക്ക് ഹഖീഖത്തിന്റെയും പണ്ഡിതൻ. ശരീഅത്തിന്റെ പണ്ഡിതൻ തന്നെയാണ് ശരിക്ക് ബാത്തിനിയായ ആലിമും. പക്ഷേ ആ ശരീഅത്തിന്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ച അദ്ദേഹത്തിന് കൊടുത്തു. വാസ്വാറിക അതിന്റെ രഹസ്യങ്ങളിലേക്കും. ഹത്താ സാറ മുജിത്തഹിദൻ. അങ്ങനെ അദ്ദേഹം ഒരു മുജിത്തഹിദായി മാറും. മുജിത്തഹിദ് എന്ന സ്വയം ഗവേഷണം നടത്താൻ അധികാരമുള്ളവൻ എന്നർത്ഥം. ഫീ തൊരീക്ക് വൽ അസ്ര. എന്തിലാണ് അദ്ദേഹം ഗവേഷണം നടത്തുക? അള്ളാഹുലേക്കുള്ള വഴിയിലേക്കും അതിന്റെ രഹസ്യങ്ങളെ വിഷയത്തിൽ. കമാഹുവ ഷാനുൽ അയിമത്തുൽ മുജിത്തഹീദീൻ. ഏതുപോലെ ഈ മുജിത്തഹീദീങ്ങളായ ഇമാമിങ്ങളുടെ സ്വഭാവം പോലെ ഫീ ഫുറൂ ശരീഅത്തിന്റെ വിഷയത്തിൽ. അപ്പോൾ ശരീഅത്തിന്റെ വിഷയത്തിൽ മുജിത്തഹീദീങ്ങളായ ഇമാമിങ്ങൾ എങ്ങനെയാണോ ഗവേഷണം നടത്തിയത് അതുപോലെ ത്വരീഖത്തിന്റെയും അതിൻ്റെ ലോകത്തിന്റെയും വിഷയങ്ങളിൽ ഇദ്ദേഹവും ഗവേഷണം നടത്തും. ഇപ്പോൾ ഷാഫി ഇമാമും ഹംബലി ഇമാമും മാലിക് ഇമാമും ഹനീഫ ഇമാമും ഒക്കെ നമ്മളെ ശരീഅത്തിന്റെ മുജിത്തഹിദങ്ങളായ പണ്ഡിതന്മാരാണല്ലോ. അവർക്ക് പുറമെ ഒരുപാട് പേരുണ്ട്. അവരാണ് ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ് ഉള്ളത്. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞെന്ന് മാത്രം. ആ മുജിത്തഹിദായ പണ്ഡിതന്മാരെന്താ ചെയ്തത്? ശരീഅത്തിന്റെ കർമ്മങ്ങളിൽ അവർ ജിത്തിഹാദ് ചെയ്തു, ഗവേഷണം നടത്തി. എന്നിട്ട് അവർ നിയമങ്ങൾ കണ്ടെത്തി. അങ്ങനെയാണല്ലോ ചെയ്തത്. എന്നാൽ അതുപോലെയാണ് ഈ ഒരു 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 അള്ളാഹുവിനെ അറിഞ്ഞൊരു വ്യക്തി ആ ത്വരീഖത്തിന്റെ അസ്റാറുകളിലേക്കും ത്വരീഖത്തിന്റെ നിയമങ്ങളിലേക്കും ആയിന്നിറങ്ങി അതിൽ നിന്ന് നിയമങ്ങൾ കണ്ടെത്തുന്ന ആന്തരികമായ നിയമങ്ങൾ കണ്ടെത്തുന്നത്. ഇത് ബാഹ്യമായ നിയമങ്ങളാണ്, മറ്റേത് ആന്തരികമായ നിയമങ്ങളാണ്. ഈ ആന്തരികമായ നിയമങ്ങൾ കണ്ടെത്തുന്ന അതുപോലെയാണ്. ഫലിദാലിക്ക ഷറഊഫി തരീഖ്. എന്നിട്ട് ആ ആന്തരികമായ അറിവ് ലഭിച്ച ആള് ഈ ത്വരീഖത്തിൽ ശരീഅത്തുണ്ടാക്കും. ശരീഅത്തിൽ ഈ ത്വരീഖത്തിലൊരു ശരീഅത്തുണ്ടാക്കും. എന്തൊക്കെ അതിലുണ്ടാകും? വൽ വാജിബാത്ത്, അതിൽ നിർബന്ധമായ കാര്യങ്ങളുണ്ടാവും. വൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങളുണ്ടാവും. വൽ മന്ദൂബാത്ത്, സുന്നത്തായ കാര്യങ്ങളുണ്ടാവും. വൽ മക്രൂഹാത്ത്, കറാഹത്തായ കാര്യങ്ങളുണ്ടാവും. വഖിലാഫുൽ ഔല, ഒഴിവാക്കൽ നല്ലതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ത്വരീഖത്തിൽ. ശരീഅത്തിൽ അതാണ്, അത് ഹറാമാവൂല. ഇപ്പം നമ്മൾ പറയാനുണ്ടല്ലോ, ഒരു തിജാനിയായ ഒരാൾ വേറൊരു വലിയനെ സിയാറത്ത് ചെയ്യരുത്. ഈ വേറൊരു വലിയനെ സിയാറത്ത് ചെയ്യൽ ശരീഅത്തിൽ പറ്റാത്തതാണോ? അല്ല. പക്ഷെ നമ്മുടെ ത്വരീഖത്തിൽ പറ്റൂല. അപ്പം ഇന്നാ ത്വരീഖത്തിൽ എന്താ ചെയ്യുക? പുതിയൊരു സാധനം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ത്വരീഖത്തിലെ ഇമാമിന് ഈ ത്വരീഖത്തിൽ ഇതുപോലത്തെ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. ഇത് പറഞ്ഞത് ആരാണ്? ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അവർ പറയാണ്, ഈ ത്വരീഖത്തിൽ പ്രവേശിച്ച ഒരാൾ ഈ ദിക്ർ നിർബന്ധമായി കൊണ്ടെടുക്കണം. അപ്പോൾ നിർബന്ധം ബാധ്യത കൊണ്ടുവരുന്നത്. എന്നാൽ ശരീഅത്തിൽ രാവിലെയും വൈകുന്നേരം 100 ഇസ്തിഗ്ഫാറും 100 സ്വലാത്തും 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ നിർബന്ധമാണോ? അല്ല. പക്ഷെ നമ്മൾ എന്തിനാണ് നിർബന്ധമാക്കുന്നത്? അത് നിർബന്ധമാക്കാനുള്ള അധികാരം ഈ മുജിത്തഹിദുകളായ ത്വരീഖത്തിൽ മുജിത്തഹിദുകളായ പണ്ഡിതന്മാർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ശരീഅത്തിൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ. അപ്പോൾ ഇതിലൊന്നും നിർബന്ധമായ കാര്യങ്ങളുണ്ടാവും, സുന്നത്തായ കാര്യങ്ങളുണ്ടാവും. നമ്മൾ പറയും ഇഖ്വാനികൾ സന്ദർശിക്കുക, ദാബിയിൽ പോവുക, പിന്നെ ദിക്റിൽ ഒരുമിച്ച് കൂടുക, ഹിദ്മത്ത് ചെയ്യുക, അങ്ങനെ പല നിയമങ്ങളും നമുക്കുള്ളിലില്ലേ. ഇതൊന്നും ശരീഅത്തിൽ നമ്മൾ മദ്രസ പഠിക്കുന്നതല്ലല്ലോ. എന്നാൽ അതിനെതിരുമല്ല. അത് പറയുന്ന കാര്യങ്ങളാണ് അതിലുള്ളത്. പക്ഷെ ഇത് മൊത്തത്തിൽ ഇവർ ഗവേഷണം നടത്തി നമ്മുടെ മുമ്പിൽ വേറൊരു നിയമം പോലെ തോന്നും. ഇങ്ങനെ തോന്നുന്നത് തെറ്റൊന്നുമല്ല. ഇത് ശരീഅത്തിന്റെ മുജ്തഹിദുകളായ ഇമാമിങ്ങൾ നിയമങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെയാണ്. അത് രണ്ടും ശരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മുഹറമാത്ത് ഉണ്ടാവും, ഇതിൽ നിർബന്ധമായി ചെയ്യേണ്ടതുണ്ടാവും. ഏതുപോലെ ഔറാത്ത് കൊണ്ടെടുക്കണം, വദീഫ് കൊണ്ടെടുക്കണം, ഹൈലൽ കൊണ്ടെടുക്കണം, ജമാഅത്തായിട്ട് വേണം, അങ്ങനെയൊക്കെ പറയുന്ന കുറേ നിർബന്ധ കാര്യങ്ങളുണ്ടാവും. മുഹറമാത്തുകളുണ്ടാവും, ഒഴിവാക്കേണ്ടതായിട്ടുണ്ടാവും. വേറെ ത്വരീഖത്തിന്റെ ഔറാദുകൾ ഒഴിവാക്കണം, വേറെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യരുത്. ഇതൊക്കെ നമ്മുടെ ത്വരീഖത്തിന്റെ നിയമങ്ങളാണ്. അത് ഈ ശൈഖന്മാർ പറഞ്ഞ നിയമങ്ങളാണ്. അങ്ങനെ കാര്യങ്ങളുണ്ടാവും. മൻദൂബാത്ത്, സുന്നത്തായ കാര്യങ്ങളുണ്ടാവും. സുന്നത്തായ ദിക്റുണ്ടാവും, സ്വലാത്ത് അധികരിപ്പിക്കുന്നത്, ഖുർആൻ അധികരിപ്പിക്കുന്നത്, പിന്നെ ഹിദ്മത്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ സുന്നത്തായ കാര്യങ്ങളുണ്ടാവും. മക്റുഹാത്ത്, ഒഴിവാക്കപ്പെടേണ്ടതുണ്ടാവും. നല്ല ഇഹ്വാനികളുമായിട്ടുള്ള സഹവാസം, അല്ല മോശം ഇഹ്വാനികളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കണം, അധികം സംസാരിക്കണം ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടാവും. ഖിലാഫില്ലാവില്ല, നല്ല ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും.
കമാ ഇസ്തംബത്തൽ മുജ്തഹീദുൻ നദ്റ ദാലിക്, ഏതുപോലെ മുജ്തഹിദീങ്ങളായ ശരീഅത്തിന്റെ ഉലമാക്കൾ അതുപോലെ കൊണ്ടുവരുന്നത് പോലെ. വാത്തലു, എന്നിട്ട് അവര് അവര് പ്രഖ്യാപിക്കും ശരിയല്ല എന്ന് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പ്രഖ്യാപിക്കും. ഔ മുജ്തഹിദു അൽ ഖൗം, ആര് പ്രഖ്യാപിക്കുക? ഈ സൂഫിയാക്കന്മാരായ മുജ്തഹിദീങ്ങൾ പ്രഖ്യാപിക്കും. അൽ ഇബാദത്ത് വൽ ഉഖൂദ്, അതായത് ഇബാദത്തും ഉഖൂദ് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയും ബയ്യത്തും ഒക്കെ ക്യാൻസൽഡ് ആണ്, അത് നടക്കൂല എന്ന് അവർ പ്രഖ്യാപിക്കും. ബി ഇഹ്ലാലി ബിമാ ഔജബഹു വശുറൂത്തുഹു, അവർ വെച്ച നിർബന്ധ ബാധ്യതകളും അവർ വെച്ച ഷർത്തുകളും ഒരാൾ പാലിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ അവർ വെച്ച ഷർത്തുകളും അവർ വെച്ച നിർബന്ധ ബാധ്യതകളും പാലിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഇബാദത്ത് സ്വീകരിക്കൂല, അവരുടെ ബയ്യത്ത് മുറിഞ്ഞു പോകുന്ന അവർ പറയും. ഔ ബിർത്തികാബിമാ ഹറമോ, അല്ലെങ്കിൽ അവർ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവർ ചെയ്യുകയും ചെയ്താൽ അവരുടെ ബയ്യത്ത് മുറിഞ്ഞു പോയി എന്ന് അവർ പറയും എന്ന് അവർ പറയുന്നു. ഇത് പറയുന്ന ഇമാം ഷഹ്റാനി റളിയല്ലാഹു തങ്ങൾ പറയാൻ. അപ്പം നമ്മൾ ത്വരീഖത്തിൽ വന്ന് ബയ്യത്ത് ചെയ്തു, നമ്മളോട് നിർബന്ധമായ ഔറാദുകൾ കൊണ്ടെടുക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ജോലി തിരക്കാണ്, അപ്പം ഞാൻ പിന്നെ ഒഴിവാക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ശരീഅത്തിലുള്ളതല്ലല്ലോ, അതൊക്കെ പിന്നെ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് നമ്മൾ സ്വീകരിക്കുന്നതല്ലേ, കുഴപ്പമില്ല. പിന്നെ ഞാൻ പിന്നെ വേറെ ജിയാറത്ത് പോയി, എനിക്ക് ആ ഷെയ്ഖിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല, പിന്നെ ഞാൻ അവിടെ തന്നെ പോയി ഇങ്ങനെ കുറേ ഇരുന്നു, എനിക്ക് ഭയങ്കര റാഹത്ത്, നല്ല സന്തോഷം, അപ്പോൾ ത്വരീഖത്തൊക്കെ കൊണ്ടെടുക്കണില്ല, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു വെച്ചതാണ്. ത്വരീഖത്തിലെ ഒരു ഷെയ്ഖിന് ഒരു മദ്ഹബിന്റെ ഇമാമിന് നമ്മൾ ശരീഅത്ത് പഠിച്ച ഫർള്, സുന്നത്ത്, ഹലാല്, കറാഹത്ത് എന്ന് പറഞ്ഞ ഒന്നും വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഫർളാണ്, ഇത് സുന്നത്താണ്, ഇത് കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിശ്വാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമാമിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് നിർബന്ധമായി ചെയ്യേണ്ടതാണ്, ഇത് ഒഴിവാക്കിയാൽ പ്രശ്നമാണ്, അതുപോലെ ഇത് ചെയ്യുന്നത് നല്ലതാണ്, ഒഴിവാക്കിയ പ്രശ്നമില്ല, ഇത് ഒഴിവാക്കിയാൽ നല്ലതാണ്, ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കി ഇത് ഫർള്, ഇത് സുന്നത്ത്, ഇത് കറാഹത്ത് എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പറയും ഇത് ചെയ്ത ഹറാമാണ് കേട്ടോ എന്ന് പറയും, ഇത് ചെയ്യുന്നത് സുന്നത്താണ് കേട്ടോ എന്ന് പറയും. അത് അവർ പറഞ്ഞ നിയമത്തിനനുസരിച്ചാണ്. അതുപോലെ അത് ബാഹ്യമായ ശരീഅത്തിനാണെങ്കിൽ ആന്തരികമായ കാര്യങ്ങൾക്കും ബാത്തിനിയായ ഇൽമിനും ഹൃദയത്തിന് ശുദ്ധീകരിക്കുന്ന ഇൽമിനും അതുപോലെ അള്ളാഹുവിനെ അറിയുന്ന മേഖലകൾക്കും ശൈഖന്മാർ ഇതുപോലെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരുടെ നിയമത്തിൽ ഇതുപോലെ നമ്മൾ ത്വരീഖത്തിലൊക്കെ ഉള്ളതുപോലെ നിങ്ങൾ വേറെ ഔലിയാക്കന്മാർ ജിയാറത്ത് ചെയ്യരുത് എന്ന് പറയുന്ന ഹറാമായ കാര്യങ്ങളുണ്ടാവും. എന്നാൽ ശരീഅത്തിൽ ഹറാമാവില്ല, അവരങ്ങനെ പറയും, നമ്മൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയും. ശരീഅത്തിൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇവർ നിർബന്ധമാക്കും. ഏതുപോലെ നിങ്ങൾ ഈ ഔറാദുകൾ മരണം വരെ കൊണ്ടെടുക്കണം എന്ന് നിർബന്ധമാക്കും. ശരീഅത്തിൽ സുന്നത്തല്ലാത്ത കാര്യങ്ങൾ ഇവർ സുന്നത്താക്കും. ഈ രൂപത്തിൽ നിങ്ങൾ ജാവിയയിൽ പോകണം, ഇന്ന സമയത്ത് ഒരുമിച്ച് കൂടണം, ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ശരീഅത്തിൽ ബാഹ്യമായ ശരീഅത്തിൽ സുന്നത്തായിരിക്കൂല, നമ്മൾ കേട്ട ശരീഅത്തിൽ കേട്ടോ. ഇവരിതൊക്കെ ശരീഅത്തിൽ തന്നെ കണ്ടെത്തുന്നത്. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ ബാഹ്യമായ ശരീഅത്തിൽ മദ്രസയിലൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ഇവരത് പറയുകയും ചെയ്യും. അപ്പോൾ എന്നിട്ടോ രസം എന്താ, ഇവർ പറയുന്നു മാത്രമല്ല, എന്നിട്ട് അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർ പറയും നിങ്ങൾ അല്ലാഹുവായിട്ടുള്ള ഉടമ്പടി മുറിഞ്ഞിട്ടോ എന്ന് പറയും. അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർ പറയും നിങ്ങൾ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കില്ല എന്ന് പറയും. അതിന് ആരാ അവർക്ക് അധികാരം കൊടുത്തത്? ഈ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? അതിനേക്കാൾ വലിയ അധികാരം. ഇനി പറയുന്ന വാക്കാണ് കുറച്ചും കൂടി രസം. വഹാദ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരെങ്കിലും ബയ്യത്ത് ചെയ്താൽ അത് മുറിക്കരുത്, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാവട്ടോ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഈ ഇമാമിങ്ങൾക്ക് അതിനുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാരണം കൊണ്ടാണ്. വഹാദ ഷൗനുഹും റളിയല്ലാഹു അൻഹും, ഇതാണ് അവരുടെ രീതി. ഫമാമിൻ അഹദി മിൻഹും ഹക്കലഹും ഖദമൽ വിലായത്തി ഇല്ലാവഹു മുജ്തഹിദും ഫീ ത്വരീഖി ലൈസ ഇൻദുഹും തഖലീദ്. അതുകൊണ്ട് തന്നെ വിലായത്ത് കൊണ്ട് ഉറപ്പിക്കപ്പെട്ട ഒരാളും ഇങ്ങനെ മുജ്തഹിദല്ലാത്ത ആരുമില്ലാന്ന്. അതായത് ഉന്നതരായ ആൾക്കാരുണ്ടോ, വിലായത്ത് കൊണ്ട് അങ്ങേയറ്റത്തെ ഉന്നതിയിലെത്തിയ ആളുകളുണ്ടോ, നിർബന്ധമായും അവർ ആ ത്വരീഖത്തിൽ അവരുടെ വഴിയിൽ മുജ്തഹിദായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വേറെ ആരെയും പിന്തുടരുകയില്ല. അപ്പോൾ നിങ്ങളെ ത്വരീഖത്തിലുള്ള നിയമങ്ങളൊന്നും വേറെ ത്വരീഖത്തിലില്ലല്ലോ, വേണ്ട, ഉണ്ടാവാൻ പാടില്ല
ഈ ത്വരീക്കത്തിൻ്റെ നിയമം ഇതിൽ തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിൻ്റെയൊക്കെ ശകലങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. ഇതേ നിയമം വേറെ ഒന്നിലും ഉണ്ടാവില്ല. ഇല്ലാലിമ സ്വറഹത്ത് ഫി ശരിയ, ബാഹ്യമായ ശരീഅത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. വ്യക്തമായ ശരീഅത്ത് പറഞ്ഞ കാര്യങ്ങൾ ഔ ഇജ്തമഅ അല ഉമ്മത്തിൽ ഇജ്മാ ഉള്ള വിഷയങ്ങളും. അപ്പോൾ ഉമ്മത്തിൽ ഇജ്മാ ഉള്ള വിഷയം 5 വക്ത് നിസ്കാരമാണ്, പിന്നെ ഫർള്, അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ, ഇതിലൊന്നും ഇവർക്കൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഒരു പിന്നെ ത്വരീഖത്തിലെ ഇമാമിനും ഉണ്ടാവില്ല. അതല്ലാത്ത ശാഖാപരമായ വിഷയങ്ങളിൽ അവർക്ക് അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാനും ആ കാര്യങ്ങൾ അവർക്ക് ആ വിഷയങ്ങളിൽ ആരെയും പിന്തുടരാതിരിക്കാനൊക്കെ അവർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ രസകരമായ കാര്യം ഫമനിത്തബ മക്കാമുൽ കമാൽ, ആരെങ്കിലും പരിപൂർണത എത്തിച്ചു എന്ന് അവകാശപ്പെടുകയും വഹുവ മുക്കല്ലിദുലിഹി, എന്നാൽ അദ്ദേഹം വേറൊരാളെ പിന്തുടരുകയും ചെയ്യുകയാണെങ്കിൽ വഹുവ അയറോ സാധിക്കുക, അദ്ദേഹത്തിന് വിശ്വസിക്കരുതിട്ടാ. അതായത് നമ്മൾ ഒരു വലിയനെ പിന്തുടരുന്നുണ്ടെങ്കിൽ ആ വലിയൻ്റെ ത്വരീഖത്തിനും ത്വരീഖത്തിൻ്റെ നിയമങ്ങൾക്കും ആ വേറെ ആരും പിന്തുടരുന്ന ഒരു രീതി ഉണ്ടാകരുത്. അവരെ സ്വയം നിയമമായിരിക്കണം. അവരത് ഖുർആനിലും സുന്നത്തിനും വിശ്വാസങ്ങളിലും നേരിട്ടറിഞ്ഞതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അദ്ദേഹം ശരിക്കും കാമിലാവുന്നുള്ളൂ. അല്ലാതെ വേറൊരാളെ പിന്തുടർന്നിട്ട് മറ്റേ ത്വരീഖത്തിലുള്ളതുകൊണ്ട് ഈ ത്വരീഖത്തിലുള്ളതാണ്, മറ്റേ പിന്നെ വലിയ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണനല്ല എന്നതിൻ്റെ അർത്ഥം. പൂർണ്ണനായ ഒരാളും ഇങ്ങനെ തക്ലീദ് ചെയ്യൂല. ഇത് പറഞ്ഞത് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഈ കിതാബിനെ പറ്റി, ഇവാഖത്തുൽ ജവാഹിർ എന്ന കിതാബിനെ പറ്റി ഒരു വളരെ രസകരമായൊരു കാര്യം ബഹുമാനപ്പെട്ടവർക്കും പറയുന്നുണ്ട്. വായിച്ചു നോക്കാം. ആരിഫ് ബില്ല ഫഖീഹ് സയ്യിദി മുഹമ്മദ് ബിൻ യഹിയ ബലാമിൻ അരിബാത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ കുറിപ്പിൽ ഗ്രന്ഥകർത്താവായ അല്ലാമ സയ്യിദി മുഹമ്മദ് ബിൻ അറബി ബിൻ സാഹിർ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അതായത് ബഹുമാനപ്പെട്ട അറബി ബിൻ സായി തങ്ങൾ തന്നെ, മുഖ്യത്തിൽ മുസ്തഫീദ് രചിച്ച അറബി ബിൻ സായി തങ്ങൾ തന്നെ പറയാണ്, ഫഖീഹ് അബു അബ്ദുള്ള സയ്യിദി മുഹമ്മദ് ബിൻ അഹമ്മദ് അക്കൻസൂസ് വലിയ മഹാനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഒരാൾ എൻ്റെ അടുത്ത് വരികയും എൻ്റെ സമ്പാദ്യം മുഴുവൻ എനിക്ക് നൽകാമെന്നും അതല്ലെങ്കിൽ യവാഖീത്തുൽ ജവാഹിർ എന്ന ഗ്രന്ഥം നൽകാമെന്നും പറഞ്ഞാൽ എനിക്കൊരു തെരഞ്ഞെടുപ്പ് നൽകുകയാണെങ്കിൽ എൻ്റെ സമ്പാദ്യം മുഴുവൻ നൽകിയിട്ടാണെങ്കിലും ഞാൻ ഈ ഗ്രന്ഥം തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു. യവാഖത്തുൽ ജവാഹിർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കിതാബ് പൈസ മുഴുവൻ കൊടുത്തിട്ടാണെങ്കിൽ ആ കിതാബ് ഞാൻ വാങ്ങിയിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പരാമർശിക്കപ്പെട്ട ആ ഗ്രന്ഥം ഒരിക്കലും അദ്ദേഹം വിട്ടുപിരിഞ്ഞിരുന്നില്ല. ആ ഗ്രന്ഥം എപ്പോഴും അയാൾ കൊണ്ടെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഹിക്കമിനെ പറ്റിയൊക്കെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ യവാഖത്തുൽ ജവാഹിറിനും അത്രയും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആ കിതാബൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട അറബി ബിൻ സായി തങ്ങളാണ്. ഒക്കാല മഹാനോടുകൾ പറയാണ്, ഖദ് സമീഅത സയ്യിദി അലി അൽ ഹവാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം എന്നെ പറയാണ്, ഞാൻ സയ്യിദി അലി ഹവാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കേട്ടു. മിറാറൻ, ഒരുപാട് തവണ, ഒറ്റ പ്രാവശ്യം എന്നല്ല പറഞ്ഞു, ഒരുപാട് തവണ പറയുന്നത് കേട്ടു. യക്കുൽ, അദ്ദേഹം പറഞ്ഞു, ലാ യക്കുമുൽ റജുലു ഇന്ധന, നമ്മുടെ അടുത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഒരാളും പരിപൂർണത എത്തിച്ചിട്ടില്ല. അത്താ യഹൂദുൽ ഇൽം, അദ്ദേഹം അറിവിനെ നേടിയിട്ടല്ലാതെ മിൻ ഹൈസു അഹദഹുൽ മുജ്തഹിദൂൻ, മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ എവിടുന്നാണോ നേടുന്നത് അവിടുന്ന് ഇദ്ദേഹവും നേടിയിട്ടല്ലാതെ, അതായത് പരിശുദ്ധമായ ഖുർആനും സുന്നത്തുനിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നേരിട്ട് അറിവുകൾ നേടുന്ന ഒരാളല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണ ആയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ത്വരീഖത്തിൻ്റെ ഇമാമിങ്ങളൊക്കെ അവർക്ക് ഞാൻ ഇന്ന ഷെയ്ഖിനെ പിന്തുടർന്നുകൊണ്ടാണ്, ഇന്ന ഇമാമിനെ പിന്തുടർന്നുകൊണ്ടാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഖുർആനും സുന്നത്തുനിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഇൽമെടുക്കാൻ അവർക്ക് സാധിക്കും. വദക്കറ നഹ്വു ഫി മുഖദ്ദമത്തി തബഖാത്തി, അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ തബഖാത്തിൻ്റെ ആമുഖത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുമ്മ ഖാല ബാദുഹു, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ലാക്കിൻ ലാ യശ്രിഫു അലാ ദൗഖി അന്ന ഇൽമ തസവ്വുഫി തഫറഅ മിൻ ഐനി ശരീഅത്തി ഇല്ലാ മൻ തബഖറ ഫി ഇൽമി ശരീഅത്തി ഹത്താ ബല ആയ, അതായത് ഇൽമു ശരീഅത്തിൽ ആയമുള്ള അറിവുണ്ടാവുകയും എന്നിട്ട് അതിൽ ഉന്നതമായ പദവി എത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇൽമു തസവ്വുഫ് ശരീഅത്തിൽ നിന്ന് ഉണ്ടായതാണ്, അതിൻ്റെ സത്തയാണ് എന്നുള്ള രുചി കിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരാൾ
പിന്നെ ത്വരീക്കത്തിലൊക്കെ കയറി ദിക്റൊക്കെ കൊണ്ടുനടന്ന് പിന്നെ അള്ളാഹുവിനെ അറിഞ്ഞ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ അവന് ഈ പിന്നെ ഖുർആനും സുന്നത്തൊന്നും നല്ല രൂപത്തിൽ പഠിക്കുന്നില്ല, കിതാബുകളൊന്നും താല ചെയ്യുന്നില്ല, ഇതിനെപ്പറ്റി നമ്മൾ ഈ മാമിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് കരുതുക. അവൻ ഒറ്റക്ക് ദിക്റിൽ ഇങ്ങനെ പോവാണ്, വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന് രുചി കിട്ടൂല. എന്ത് രുചി അറിയോ? ഈ ശരീരത്തിൻ്റെ അകക്കാമ്പാണ് ഞാൻ ഈ അനുഭവിച്ചെന്നുള്ള രുചി അവന് മനസ്സിലാവില്ല. ഓൻ വിചാരിക്കും ഇതൊക്കെ എല്ലാവരും കിട്ടണമെന്ന്. അങ്ങനെയല്ല, ഇതൊക്കെ ഇതിൻ്റെ ആയങ്ങളിലേക്ക് കയറുമ്പോൾ റബ്ബേ ഞാൻ ഈ അനുഭവിച്ചത്, ഞാൻ കൊണ്ടെടുക്കുന്നത് പരിശുദ്ധമായ ശരീരത്തിൻ്റെ സത്തയാണല്ലോ, എൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണല്ലോ, അതിൽ പറയപ്പെട്ട ഏറ്റവും ഉന്നതമായ പദവിയാണല്ലോ എന്ന് ഇതിന് പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. പഠിക്കാത്തവന് അതിൻ്റെ ആ രുചി കിട്ടൂല എന്ന് ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞതാണ്. വഖാലഫി മുഖദ്ദമത്തെ ആയുധൻ, അതുപോലെ തന്നെ ആ ആമുഖത്തിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ബാദ അൻ ഹക്കാഫിഹ നഹുമാ തഖദ്ദം, മുമ്പ് പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം, മിൻ അന്നൽ ഉലമാ തരീഖ ഷറഊ ഫി ത്വരീഖത്ത് വാജിബനു മുഹറമാത്ത് മക്രൂഹാത്ത്. എന്താ കാര്യം പറഞ്ഞത്? ഈ ത്വരീഖത്തിൻ്റെ ഉലമാക്കൾ പിന്നെ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ നിർബന്ധമാണെന്നും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും ചില കാര്യങ്ങൾ കറാഹത്താണെന്നൊക്കെ പറയും എന്ന് പറഞ്ഞതിന് ശേഷം ആ നസു അദ്ദേഹം പറഞ്ഞു, വലൈസ ഈജാബ് മുജ്തഹിദിൻ, ഈ ശരീഅത്തിലുള്ള മുജ്തഹിദ് ഉണ്ടല്ലോ, അപ്പോൾ ഇമാമിങ്ങളായ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, അവരൊരു കാര്യം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ബിജിത്തിഹാദി, അദ്ദേഹത്തിൻ്റെ ഇജിത്തിഹാദിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷെയ്ഖൻ ഒരു കാര്യത്തെ ലം തുസദ്ദിഹ് ശരീഅത്തു ബിവുജൂബിഹി, എങ്ങനത്തെ കാര്യമാണത്? അത് ബാഹ്യമായി നമ്മൾ ഖുർആനിലെ സുന്നത്തൊക്കെ നോക്കിയാൽ ബാഹ്യമായി നോക്കിയാൽ അതങ്ങനെ കിട്ടൂല. എന്നാൽ അദ്ദേഹം ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു കാര്യമായിരിക്കും. നമ്മൾ ഫിഖ്ഹിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ തൊപ്പിയിടൽ സുന്നത്താണ്, മോതിരം ധരിക്കുന്ന സുന്നത്താണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത് ചെയ്യൽ നിർബന്ധമാണ്, ഇത് ചെയ്യൽ നിർബന്ധമില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നേരെ നമ്മൾ ഹദീസും ഖുർആൻ നോക്കിയാൽ ചിലപ്പോൾ നേരെ കിട്ടണമെന്നില്ല. അത് ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും ഇജ്മാഇൻ്റെയും ഖിയാസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബാഹ്യമായ ശരീഅത്തിൽ അത് ഉണ്ടാവണമെന്നില്ല, എന്നാൽ അതിൻ്റെ നിയമത്തിൽ അത് വരികയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം ബിൽ ഔല, അത് വലുതല്ല, മിൻ ഈജാബിൽ വലിയ ഹുക്കുമൻ, ഒരു വലിയൊരു നിയമം കൊണ്ടുവരുന്നത്, ലം തുസദ്ദിഹു ശരീഅത്ത് ബിവുജൂബി, എന്നാൽ ആ ശരീഅത്തിൽ അത് വുജൂബായി കാണുകയില്ല. കമാ സറഹ ബിദാലിക യാഫി, ഇത് ഇമാം യാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിച്ചതുപോലെ. അതായത് ഇപ്പോൾ നമ്മൾ തിജാൻ ത്വരീഖത്തിൽ നമുക്കൊരു നിർബന്ധമായ കാര്യമുണ്ട്. എന്താണ്? വെറുതുൽ ലാസിമും വദീഫ ഹൈലലൊക്കെ നമ്മൾ കൊണ്ടെടുക്കണം. ഹൈലല നമുക്ക് ജമാഅത്തായിട്ട് ചൊല്ലൽ നിർബന്ധമാണ്, വദീഫ ജമാഅത്തായി ചൊല്ലൽ നിർബന്ധമാണ്, സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ നിയമമുണ്ടല്ലോ. ഓക്കെ, ഈ നിയമം നമ്മളെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കിട്ടിയതാണ്. ഇത് നമുക്ക് ബാഹ്യമായ ശരീഅത്തിൽ നോക്കിയാൽ വദീഫ ചൊല്ലൽ നിർബന്ധമാണ് ഏതെങ്കിലും ഹദീസിലുണ്ടോ? ഇല്ല. ഹൈലല ചൊല്ലൽ നിർബന്ധമാണ് ഏതെങ്കിലും ഹദീസിലുണ്ടോ? ഇല്ല. അതിൽ സംസാരിക്കുന്നത് എവിടെയെങ്കിലും ഹദീസിലുണ്ടോ? ഇല്ല. ബാഹ്യമായി അങ്ങനെ ഇല്ല. എന്നാൽ ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത് തന്നെയാണ്. അങ്ങനെയില്ല. അപ്പോൾ ഇത് ആ വലിയന് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹിൽ നിന്നും പരിശുദ്ധമായ ഖുർആൻ സുന്നത്തിൽ നിന്ന് കിട്ടിയതാണ്. അവരുടെ ഗവേഷണം കൊണ്ട് കിട്ടിയതാണ് ഒരു ഭാഗത്തത്. എന്നാൽ മറുഭാഗത്ത് ശരീഅത്തിൻ്റെ ഉലമാക്കൾ, ഇമാമിങ്ങളായ പണ്ഡിതന്മാർ അവരുടെ ഹദീസിനും ഖുർആനിനും ഗവേഷണം നടത്തിയ നിയമം പറയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഷാഫി മദ്ഹബിൽ ഒരു ഇമാം ഒരു നിയമം പറയുകയാണ്. എന്താണ്? ഇന്ന ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്, ഇത് സുന്നത്താണ്, ഇത് സ്ത്രീകൾക്ക് നിർബന്ധം, ഇത് പുരുഷന്മാർക്ക് നിർബന്ധം എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണെന്ന് എല്ലാം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ അതിലെ ഹദീസും ഖുർആനും നേരെ അടിസ്ഥാനം നോക്കിയാൽ കാണുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ സുന്നത്ത് നോമ്പ്, ആ സുന്നത്ത് നോമ്പിന് ഹദീസിൽ അങ്ങനെ സുന്നത്തായി വന്നിട്ടുണ്ടോ നമുക്ക് കാണണമെന്നില്ല ബാഹ്യമായിട്ട്. എന്നാലും ശരീഅത്തിൽ പിന്നെ ഫിഖ്ഹിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അവരിതൊക്കെ ഖുർആൻ സുന്നത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ആ ഒരു കാര്യം നേരത്തെ ഈ വലിയ പറഞ്ഞതിനേക്കാൾ വലുതല്ല. ആ വലിയ പറഞ്ഞതും അതും ഒരേ തലത്തിൽ വരുന്ന തന്നെയാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ സാധാരണ ചെയ്യാം? നമ്മൾ പിന്നെ മദ്രസ പഠിച്ച ഫിഖ്ഹിൻ്റെ മസാല ഉണ്ടല്ലോ, ആ മസാലേനെ ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കും. അത് ശരീഅത്തും അത് സുന്നത്തും അത് വലിയ കാര്യം. എന്നാൽ ശൈഖന്മാർ നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ,
ത്വരീക്കത്തിൻ്റെ നിയമങ്ങളെ പഠിപ്പിച്ച് അതൊക്കെ നിസാരമായ കാര്യങ്ങൾ. അത് ശരി, ത്വരീക്കത്തിലുള്ളതല്ലേ. അതിപ്പോൾ ഞാനില്ല, എനിക്ക് ഒഴിവ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അത് വലിയ സംഭവമില്ലല്ലോ, ഇപ്പം ഞാൻ ചെയ്തില്ല, ഇപ്പം എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് നിസാരവൽക്കരിച്ച് ഒഴിവാക്കണം. ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ്. കാരണം ഇത് രണ്ടും അള്ളാൻ്റെ അടുക്കൽ ഒരേ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഔലിയാക്കന്മാരുടെ ചില വിഷയങ്ങൾ ഒന്നുകൂടി ഉന്നതമായി നിൽക്കുന്നുണ്ടാവും. കാരണം അവർ ബാത്തിനിയായ മേഖലയിലായതുകൊണ്ട്. അപ്പം ഇത് പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഇത് രണ്ടിനും വ്യത്യസ്ത സ്ഥാനമുള്ളത്, ഒരേ സ്ഥാനമാണെന്ന് പറഞ്ഞത്. വദാലിക്കലി അന്ന കുല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ദാലിക്ക, അത് അന്ന കുല്ല ഇതെല്ലാം മുസ്തൻബിത മിൻ നുസൂസി ശരീഅത്ത് ളാഹിറ, ബാഹ്യമായ ശരീഅത്ത് കൊണ്ട് നിന്നെടുക്കുന്നതാണ്. മുക്തബസുൻ മിൻ അൻവാർ ഉലൂമിൽ ഫാഹിറ, പിന്നെ വ്യക്തമായ അറിവുകളുടെ പ്രകാശത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. കമാ അന്നൽ അയിമ്മത്തുൽ മുജ്തഹീദ് റളിയല്ലാഹു അൻഹു, കാരണം മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ ഇസ്തംബത്തു മിൻ നുസൂസ് ശരിയ, ഈ ശരീഅത്തിൻ്റെ നസ്സിൽ നിന്ന്, ശരീഅത്തിൻ്റെ ബാഹ്യമായ വാക്കുകളിൽ നിന്ന് എടുക്കുന്നത് പോലെ, മാലായുസ മിൻ അഹ്കാമി വൽ വഖാ, എണ്ണമറ്റ നിയമങ്ങളെ, അതായത് നമുക്ക് ശരീഅത്തിൻ്റെ കിതാബുകളിലൊക്കെ ഇപ്പോൾ ഷാഫി മദ്ഹബിൻ്റെ കിതാബുകൾ, ഇപ്പോൾ തുഹ്ഫ പോലത്തെ കിതാബുകളൊക്കെ എത്ര വാള്യമുണ്ട്. ഈ വാള്യത്തിലുള്ള ഗ്രന്ഥത്തിലുള്ള നിയമങ്ങളൊക്കെ ശരീഅത്തിൻ്റെ ഖുർആനും സുന്നത്തും വെച്ചെടുത്തത് തന്നെയാണ്. ഇതൊക്കെ ഇന്ന് വന്നാണോ എന്ന് ചിന്തിച്ചു പോകും. അത്രയും നിയമങ്ങൾ, അത് ഒരു കിതാബിനെ പറ്റി പറഞ്ഞു, അങ്ങനെ എത്ര ഗ്രന്ഥങ്ങൾ. അപ്പം ഇത്രയും നിയമങ്ങൾ ഈ ഹദീസിൻ്റെയും ഖുർആൻ്റെയും അടിസ്ഥാനത്തിലാണല്ലോ അവർ കൊണ്ടുവന്നത്. അതുപോലെ ഫകദാലിക്ക, അതുപോലെ തന്നെ ഹൗലായി ഉലമാ ഉൽ ബാത്തിൻ, ഈ ബാത്തിനിയായ ഉലമാക്കളും, അതായത് ഈ ത്വരീക്കത്തിൻ്റെ അയിമ്മത്തും സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി തങ്ങളെപ്പോലുള്ള ആളുകളും, അയിമ്മത്തു ത്വരീക്കത്തിൻ്റെ അയിമ്മത്തു ഇസ്തംബത്തു ഐലൻ, അവരും ഇതുപോലെ കൊണ്ടുവരും മിൻ നുസൂസു ശരീഅത്തിൻ്റെ നസ്സിൽ നിന്ന് അഹ്കാമൻ വാഖിയൻ ഫി ബാത്തിനിൻ ലാ തുഹ്സ, ബാത്തിനിയായ കാര്യങ്ങളുടെ നിയമങ്ങളെ, അതും എണ്ണമറ്റതായിരിക്കും. എണ്ണമറ്റ നിയമങ്ങൾ അവരും കൊണ്ടുവരും. ശരീഅത്തിന് എണ്ണമറ്റ നിയമങ്ങളുള്ളതുപോലെ തന്നെ ബാത്തിനിയായ ത്വരീക്കത്തിൻ്റെയും ലോകത്ത് എണ്ണമറ്റ നിയമങ്ങൾ ഇവർ കൊണ്ടുവരും. അപ്പോൾ രണ്ടും വ്യത്യസ്തമൊന്നല്ല, രണ്ടും ഒരേ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. വക്കുല്ലും മിൻ ത്വരീഖ് ഇജ്തിഹാദു സ്വഹീഹൻ, കാരണം ഈ രണ്ടു പേരുടെയും ഇജ്തിഹാദ് അതുകൊണ്ട് തന്നെ ശരിയാണ്. ഈ ഇജ്തിഹാദ് വാഖിഉൻ മിൻ ദൗലത്തുൽ ബാത്തിൻ, കാരണം ഈ ഇജ്തിഹാദ്, ഈ ത്വരീഖത്തിൻ്റെ ആളുകളുടെ ബാത്തിനിയായ ഉലമാക്കളുടെ ഇജ്തിഹാദ് നിലനിൽക്കുന്നത് ഫി ദൗലത്തുൽ ബാത്തിൻ, ബാത്തിനിയായ മേഖലയിലാണ്. കമാ ഹുവ വാഖിഉൻ ബിഹി ദൗലത്ത് ദാഹിർ, ശരീഅത്തിൻ്റെ ഇജ്തിഹാദ് ബാഹ്യമായ മേഖലയിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ. വലാ ഇനാ ബിഅഹദി ദൗലത്തി അനിൽ ഉഖറ, അതുകൊണ്ട് തന്നെ ഒന്ന് ഒഴിവാക്കി മറ്റേനെ എടുക്കാൻ പറ്റൂല. അതായത് ശരീഅത്തിൻ്റെ ഇജ്തിഹാദൊക്കെ അംഗീകരിക്കും, ഷാഫി മദ്ഹബ് അംഗീകരിക്കും, ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളൊക്കെ അംഗീകരിക്കും, മദ്രസയിലെ ഫിഖ്ഹൊക്കെ അംഗീകരിക്കും. എന്നാൽ ത്വരീഖത്തിൻ്റെ നിയമങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല. അതൊക്കെ എവിടുന്ന് വന്ന എന്ന് പറയുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ ത്വരീഖത്തിൻ്റെ ഉലമാക്കൾ പറയുന്നതൊക്കെ അംഗീകരിക്കും, ശരീഅത്തിൻ്റെ ഉസ്താദുമാർ പറയുന്നതും പിന്നെ മദ്രസ പഠിച്ചതും അതൊക്കെയാണ് ഒഴിവാക്കും എന്ന് പറയുന്നതും തെറ്റാണ്. ഫഹഖീഖത്തുൻ ബിലാ ശരീഅത്തുൻ ബാത്തിൽ, കാരണം ശരീഅത്തില്ലാത്ത ഹഖീഖത്ത് ബാത്തിലാണ്. ശരീഅത്തുൻ ബിലാ ഹഖീഖത്തുൻ ആത്തില, അതുപോലെ ഹഖീഖത്തില്ലാത്ത ശരീഅത്തും അപൂർണവും ഫലശൂന്യവുമാണ്. നമ്മൾ വിചാരിക്കും, ശരീഅത്തില്ലാത്ത ത്വരീഖത്തൊന്നും ഒരു കാര്യമില്ല, ശരീഅത്തില്ലാത്ത ഹഖീഖത്തൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ട് ശരീഅത്ത് മാത്രം മതി. അങ്ങനെയല്ല, ശരീഅത്തില്ലാത്ത ഹഖീഖത്ത് ബാത്തിലാവുന്നത് പോലെ തന്നെ ഹഖീഖത്തില്ലാത്ത ശരീഅത്തും പ്രശ്നമാണ്. കാരണം ഈ ശരീഅത്ത് പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു അർത്ഥശൂന്യമായ കാര്യമല്ലേ. കുറേ കുത്തിമറിയുന്നു, കുറേ വിശപ്പ് സഹിക്കുന്നു, ഇതൊക്കെ എന്തിനാ? അതൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിൻ്റെ മാരിഫത്തിനും മഹബത്തിനും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാരിഫത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അതിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ അർത്ഥം കിട്ടാതെ നമ്മളിത് വെറും കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതും പ്രശ്നമാണ്. വന്നൂർ യവാഖത്ത്, ഈ വിഷയത്തെ കൂടുതൽ അറിയാൻ യവാഖത്തുൽ ജവാഹിർ എന്ന കിതാബ് നോക്കുക. ഷർദിദാഖല്ലാഹർ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ, നിങ്ങൾ ഇത് കുറച്ച് ചിലപ്പോൾ ശ്രമകരമായിരിക്കും ഇക്കാര്യം പഠിക്കാൻ, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് നമ്മുടെ ത്വരീഖത്തിൻ്റെ നമ്മൾ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനമാണ്. വെറും ഇതിൽ ഒരുപാട് ആളുകൾ നമ്മൾ വഞ്ചിക്കുക, സുഖമാണ് നമുക്ക് നമ്മളെ വഞ്ചിക്കാൻ. എന്തിനാ ഇപ്പോൾ ശരീഅത്ത് മാത്രം പോരെ, എന്തിനാ അങ്ങനെ ഒരു ത്വരീഖത്ത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തിനാ ശരിയാണില്ല എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ
ശരി, ത്വരീക്കത്ത് ഇപ്പം എന്താ ഒരു മാരിഫത്ത്, ഒരു ആത്മീയ യാത്ര ഒക്കെ അതിൻ്റെ ഒക്കെ ആവശ്യം എന്താ? മാരിഫത്തും രഹസ്യങ്ങളൊക്കെ നമുക്ക് വെറുതെ ഹൃദയശുദ്ധി ഉണ്ടായാൽ പോരെ, ഹിബർ ഇല്ലാണ്ടായാൽ പോരെ, ഹസദ് ഇല്ലാണ്ടായാൽ പോരെ, അത് പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലവരിങ്ങനെ ഉണ്ടാവും, പിന്നെ നമുക്ക് മാരിഫത്തും ഇതൊക്കെ മതി, ഹൃദയശുദ്ധി ഉണ്ടാക്കലും നഫ്സിനെ മരിക്കലും ഒന്നും ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ചിലവർ എന്തപ്പോൾ ത്വരീക്കത്തിന് ഇങ്ങനെ പുതിയ നിയമങ്ങളൊക്കെ എന്തിൻ്റെ ആവശ്യം, ഇതൊക്കെ ശരീഅത്തിലുള്ളതാണോ, ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണോ, ഇതൊക്കെ പാലിച്ചാൽ എന്ത് കാര്യമുണ്ടോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ, അതൊക്കെ നിസാരാക്കി എന്തൊക്കെ കുഴപ്പം, ഇപ്പം ഞാനിപ്പോൾ ശരീഅത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളൊരു ത്വരീക്കത്ത് ഞാൻ സ്വീകരിച്ചത് ഒഴിവാക്കി, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിസാരമാക്കുന്ന ആളുകൾ നമ്മൾ കൂട്ടത്തിലുണ്ടാവും. അവരൊരു നസീഹത്തൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കുക, നമുക്ക് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ശരി, നമ്മൾ ത്വരീക്കത്തിന് ഈ നിയമം വന്നിട്ടുള്ളത് മുജത്തഹിദായ ഇമാമിങ്ങളെ പിന്തുടരുന്നതിനെ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ ഒക്കെ ഒരു അവസ്ഥയിലാണ്. അപ്പം നമ്മളത് ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ പെട്ടുപോകും. അള്ളാഹിൻ്റെ മുമ്പിൽ മുജത്തഹിദീങ്ങളായ ഇമാമിങ്ങളുടെ നിയമങ്ങൾ നമ്മൾ പാലിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടുപോകുന്നത് പോലെ നമ്മൾ ഇത് പാലിക്കാതിരുന്നാലും പെട്ടുപോകും. അവിടെ ചോദിക്കപ്പെടും, അമ്മത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ഇത് നിർബന്ധമാണ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ഇത് ഒഴിവാക്കേണ്ടതാണ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, വലീഫ എന്താ ചില നിർബന്ധം പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ത്വരീക്കത്തിൻ്റെ ഷർത്ത് തരണമെന്ന് പഠിപ്പിക്കാൻ തന്നിട്ടില്ലേ, എന്നിട്ട് നിങ്ങളതൊക്കെ ഒഴിവാക്കിയോ എന്ന് ചോദിക്കാൻ. അല്ല, അത് നമ്മൾ ഉസ്താദ് പഠിപ്പിച്ചില്ല, മദ്ഹബിലില്ല എന്ന് പറഞ്ഞാൽ മദ്ഹബ് വേണമെന്ന് ആരെ പഠിപ്പിച്ച നിങ്ങളെ? അതുപോലെ ഇതും വേണം, രണ്ടും വേണം, രണ്ടിനെയും സാരപ്പെടുത്തരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ത്വരീക്കത്തിൻ്റെ നിയമങ്ങൾ എവിടുന്ന് വന്നു നമുക്ക് മനസ്സിലാവുക, ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നതിൻ്റെ ആവശ്യകതകൾ മനസ്സിലാവുക. ഇൻഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. ഇനി ഒരുപാട് ചർച്ചകൾ ഇത് ഏറ്റവും വളരെ രസകരമായ ആയത്തുള്ള ചർച്ചകൾ ബുഗിയത്തുൽ മുസ്തഫീദിൽ ബഹുമാനപ്പെട്ട അറബി ഇബ്നു സാഹി തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജസാക്കല്ലാഹു ഖൈർ.